നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക ബൈജു. ഞാൻ പ്രദീപ് പിള്ള. നമസ്തേ. ആദ്യം വളരെ പെട്ടെന്ന് പ്രധാന തലക്കെട്ടുകൾ നോക്കി വരാം. ശബരിമലയിൽ നിറപുത്തിരി. കാർഷിക സമൃദ്ധിക്കായി നെൽക്കതിരുകൾ സമർപ്പിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ചടങ്ങ്. വയനാട് ദുരന്തം പഠിക്കാൻ UN സഹായം തേടാൻ സംസ്ഥാന സർക്കാർ. മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. നീക്കം കേന്ദ്ര മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് കേന്ദ്ര ഇന്റലിജൻസ്. ജനം ബ്രേക്കിംഗ്. വയനാട്ടിൽ ജനകീയ തിരച്ചിൽ തുടരും. ഇനിയും കണ്ടെത്താൻ 126 മൃതദേഹം. വിദഗ്ധ സംഘം കോഴിക്കോട് വിലങ്ങാടത്തും. സംസ്ഥാനത്ത് വീണ്ടും അതിതീവ്ര മഴ വരുന്നു. പാരീസ് ഒളിമ്പിക്സിന് വർണ്ണാഭ കൊടിയിറക്കം. ആഘോഷരാവിന് മാറ്റുകൂട്ടി കലാവിരുന്ന്. ഇന്ത്യൻ പതാകയേന്തി ശ്രീജേഷും മനു ഭാക്കറും. അടുത്ത ഒളിമ്പിക്സിന് പതാക ഏറ്റുവാങ്ങി ലോസ് ഏഞ്ചൽസ്. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ വാഹനാപകടം. 5 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. 2 പേരുടെ നില ഗുരുതരം. അപകടം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങവേ കാറും ട്രക്കും കൂട്ടിയിടിച്ച്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സമിതികളിൽ പതിവായി ഒരാൾ. 8 വർഷമായി ഒരേ വിദഗ്ധനെ നിയമിക്കുന്നുവെന്ന് രേഖകൾ. അതേസമയം വ്യത്യസ്ത തസ്തികകളിൽ ലക്ഷങ്ങൾ ശമ്പളം. ജനം എക്സ്ക്ലൂസീവ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. കാരണം ശബരിമലയിൽ ഭക്തിസാന്ദ്രമായി നിറപുത്തരി. കാർഷിക സമൃദ്ധിക്കും ഐശ്വര്യത്തിനുമായി അയ്യന് മുന്നിൽ ഭക്തർ നെൽക്കതിരുകൾ സമർപ്പിച്ചു. പൂജയ്ക്ക് ശേഷം നെൽക്കതിരുകൾ പ്രസാദമായി നൽകി. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും ഭക്തർ നിറപുത്തരി സമർപ്പിക്കും. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് പ്രജിത്ത് മോഹനൻ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ടിൻറ്റു ദാസും ചേരുകയാണ്. ആദ്യം പ്രജിത്തിലേക്ക് തന്നെ പോകേണ്ടതായിട്ടുണ്ട്. പ്രജിത്ത്, പുലർച്ചെ തന്നെ നിറപുത്തരി പൂജ നടന്നു അല്ലേ? പ്രജിത്ത് രാവിലെ 5:40 മുതൽ തത്സമയം ഉണ്ടായിരുന്നു ജനം TV പ്രേക്ഷകർക്കൊപ്പം. പ്രദീപ, ദേവിക, നമസ്തേ. രാവിലെ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു. ഏതാണ്ട് 5:36 ഇവിടെ ക്ഷേത്രസന്നിധിയിൽ നിറപുത്തരി ചടങ്ങുകൾക്ക് തുടക്കമായത്. ആദ്യം കഴിഞ്ഞ ദിവസവും ഇന്ന് പുലർച്ചെയുമായി വിവിധ സംഘങ്ങളും ഭക്തരും എത്തിച്ച നെൽക്കതിരുകൾ അത് 18ാം പടിയിൽ വെച്ച് ശുദ്ധിയാക്കി അതിനുശേഷം തിടപ്പള്ളിയിലേക്ക് മാറ്റുന്നു. തിടപ്പള്ളിയിലെ പൂജകൾക്ക് ശേഷം ഈ നെൽക്കതിരുകൾ ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോവുകയും ശ്രീകോവിലിനുള്ളിലെ പൂജകൾ പൂർത്തിയാക്കിയ ശേഷം അത് ഭക്തർക്ക് വിതരണം ചെയ്യുകയുമാണ് ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വിവിധ സംഘങ്ങൾ, പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ആറന്മുളയിൽ നിന്നുള്ള സംഘമാണ് ആദ്യം എത്തിയത്. ആറന്മുളയിൽ നിന്നുള്ള സംഘത്തിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ കൊടിമരച്ചൂട്ടിൽ സ്വീകരിക്കുകയും സ്വീകരിച്ച ശേഷം ഈ നെൽക്കതിരുകൾ സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് പാലക്കാട് നിന്നുള്ള സംഘവും പടി ചവിട്ടിയിരുന്നു. ഇന്ന് രാവിലെയാണ് അച്ചൻകോവിൽ നിന്നും നെൽക്കതിരുമായിട്ടുള്ള സംഘവും എത്തിയത്. എന്തായാലും പതിവിൽ നിന്ന് വ്യത്യസ്തമായി വളരെയധികം ഭക്തർ അവരുടെ നാടുകളിൽ നിൽക്കുമായി നെൽക്കതിരുകളുമായി ശബരിമലയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയും ഇത്തവണ സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിഞ്ഞു. അങ്ങനെ അധികം ആളുകൾ നെൽക്കതിരുമായി വരുന്നൊരു പതിവില്ല. പക്ഷേ ഇത്തവണ വളരെ കൂടുതൽ ഭക്തർ അവരുടെ നാടുകളിൽ നിന്ന് ഈ രീതിയിൽ നെൽക്കതിരുകളുമായി എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. രാവിലെയും അത്യാവശ്യം തിരക്കുണ്ട്. ഇതൊരു സീസൺ സമയമല്ലായിരുന്നിട്ട് കൂടി രാവിലെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ നിറപുത്തരിയുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെയൊക്കെ നാടുകളിലൊക്കെ കർത്തവാവ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു ദിവസമാണ് ഈ ഒരു പിടി നെൽക്കതിർ അറുത്തെടുത്ത് അതിലൊരു കറ്റ ക്ഷേത്രത്തിലേക്ക് ഈ വഴിപാടായി സമർപ്പിക്കുന്ന ഒരു ആചാരവും അല്ലെങ്കിൽ ഒരു പാരമ്പര്യമൊക്കെ ഉള്ളത്. ഈ ദേശപരദേവതയുടെ അനുഗ്രഹം കൊണ്ട് നല്ല വിളവുണ്ടാകുമെന്നും കൃഷിയിൽ ഏർപ്പെട്ടവർക്കെല്ലാം അതിൻ്റെയൊക്കെ ഒരു പങ്ക് ലഭിക്കുമെന്നുമാണ് ഒരു വിശ്വാസം. അപ്പോൾ അയ്യൻ എന്ന് പറഞ്ഞാൽ മലയാള നാടിൻ്റെ മൊത്തത്തിലുള്ളൊരു പരദേവതയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അങ്ങനെ കണക്കാക്കുമ്പോൾ ശബരിമലയിലെ ആ നിറപുത്തരി ചടങ്ങുകൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതിൻ്റെ എല്ലാ പ്രൗഢിയോടും അതിൻ്റെ എല്ലാ പുലിമയോടും കൂടി തന്നെയാണ് ഇന്ന് രാവിലെ നിറപുത്തരി ചടങ്ങുകൾ നടത്തുന്നത്. പ്രദീപ്, തിരക്ക് എങ്ങനെയുണ്ട് ശബരിമലയിൽ? ധാരാളം ഭക്തരെ ഇപ്പോൾ തന്നെ കാണാം. പ്രജിത്ത് സംസാരിക്കുമ്പോൾ തന്നെ പിന്നിൽ കാണാം. നിറപുത്തരി ദിവസം സമൃദ്ധിക്കായി പഞ്ഞമാസത്തിനോട് വിട പറഞ്ഞ് മറ്റൊരു പൊന്നിൻ ചിങ്ങ പുലരിക്കായി കാത്തിരിക്കുന്നവർ, ഐശ്വര്യം തേടി അനുഗ്രഹം തേടി വന്നിട്ടുള്ള വലിയ ഭക്തജന തിരക്ക്, വലിയ
ക്യൂ തന്നെ അവിടെ കാണുന്നുണ്ട് അല്ലേ? പ്രദീപ്, മണ്ഡലമകര കാലത്തെ ഒരു തിരക്കില്ല എങ്കിലും മാസപൂജകളുടെയൊക്കെ ഒരു തിരക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഭക്തർ ശബരിമലയിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വൈകുന്നേരങ്ങളിലൊക്കെ മഴയായിരുന്നിട്ട് കൂടി രാവിലെ തന്നെ പുലർച്ചെ തന്നെ ക്ഷേത്രത്തിലെത്തുകയും ദർശനം നേടി ഒട്ടനവധി ഭക്തരുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമലയിൽ മഴ പെയ്യുന്നുണ്ട്. ഈ മഴയായതുകൊണ്ട് തന്നെ ഈ മലകയറ്റമൊക്കെ അത്യാവശ്യം ദുർഘടമായ അവസ്ഥയുണ്ട്. പക്ഷേ എന്നിട്ടും നിരവധി ഭക്തർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ളവർ, മലയാളികളായ ഭക്തർ എല്ലാവരും തന്നെ സന്നിധാനത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇന്ന് രാവിലെയും പുലർച്ചെയും അതിൻ്റെ തിരക്ക് ക്ഷേത്ര നടയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ രാവിലെ ഈ നിറപുത്തരി ചടങ്ങുകൾ കഴിഞ്ഞതോടുകൂടി തിരക്കിലൊരു കുറവ് വരുന്നുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയിൽ ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുന്നതോടെ ഇന്ന് ഈ ദർശന സമയം അവസാനിക്കുകയാണ്. എന്തായാലും കഴിയുന്നത്രയും പെട്ടെന്ന് ശബരിമല സന്നിധാനത്തെത്തി ദർശനം സുഗമമായി പ്രാപ്യമാക്കാൻ കഴിയുന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഭക്തരുള്ളത് എന്ന് പറയേണ്ടി വരും. നമുക്കിപ്പോഴും ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ രാവിലെ നിറപുത്തരി ചടങ്ങുകൾ കഴിഞ്ഞെങ്കിലും കൂടുതൽ നെൽക്കതിരുകളുമായിട്ടൊക്കെ ഭക്തർ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നുണ്ട്. അത് ഈ ചടങ്ങുകൾക്ക് മുന്നേ എത്തിച്ചേരാൻ കഴിയാത്തവരാണ്. ദൂര സ്ഥലങ്ങളിൽ നിന്നടക്കമുള്ളവർ വരുന്നുണ്ട്. സ്വാമി എവിടെയാണ്? திருச்சியில் தமிழ்நாட்டில் வந்து நெற்கதிர் அபிஷேகத்துக்கு யாத்திரை இயர்லி வரும். തമിഴ്നാട്ടിലെ തിരുച്ചിയിൽ നിന്നുള്ള ഒരു ഭക്തനാണ്. അദ്ദേഹവും നെൽക്കതിരുമായിട്ടൊക്കെ എത്തിയതാണ്. അപ്പോൾ ഈ ചടങ്ങിൻ്റെ ഒരു അല്ലെങ്കിൽ ഈ ഒരു ആചാരത്തിൻ്റെ ഒരു വ്യാപ്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഓരോ വർഷം അതിന് പ്രാധാന്യമൊക്കെ കൂടി വരുന്ന ഒരു സാഹചര്യം കൂടി ഈ നമ്മൾ കാണണം. പ്രത്യേകിച്ച് നാട്ടാചാരങ്ങളെയും പാരമ്പര്യങ്ങൾക്കുമൊക്കെ അത്രയ്ക്ക് പ്രാധാന്യം കിട്ടാത്തൊരു കാലത്തിൽ ഇത്തരമൊരു നമ്മുടെ കേരളത്തിൻ്റെ കാർഷിക തനിമയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഇത്തരമൊരു ആചാരത്തിനൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരെ ഭക്തർ രീതിയിൽ എത്തുന്നു എന്നുള്ളത് നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതുണ്ട്. പ്രദീപ്, എന്തായാലും നിറപുത്തരി ചടങ്ങുകൾ പൂർത്തിയായി. ഇപ്പോൾ ഒരു വശത്ത് ഭക്തർക്ക് ഇവിടെ പൂജിച്ച നെൽക്കതിരുകളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും കുറച്ചധികം ഭക്തർ വീണ്ടും നെൽക്കതിരുകളുമായി ഇങ്ങോട്ടൊക്കെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ വളരെ സജീവമായി തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ നിറപുത്തരി ചടങ്ങുകളുടെ എല്ലാ പ്രൗഢിയോടും അതിൻ്റെ പൊലിമയോടും കൂടി തന്നെ ശബരിമലയിൽ ഇന്ന് ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. അത്യാവശ്യം ഭക്തജന തിരക്കും സന്നിധാനത്ത് നേരിടുന്നുണ്ട്. ഇപ്പോൾ ഒരു സുഗമമായ കാലാവസ്ഥയാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു മഴ അന്തരീക്ഷമൊന്നും ഇന്ന് രാവിലെ സന്നിധിയിലില്ല. തെളിഞ്ഞ ആകാശമൊക്കെ ഉണ്ട്. അപ്പോൾ സുഗമമായ ദർശനം നടത്തി മടങ്ങാൻ കഴിയുമെന്നുള്ളതാണ് ഭക്തരെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. ശരി പ്രജിത്ത്, ദയവായി തുടരുക. നമുക്കൊന്ന് ശ്രീപത്മനാഭ സ്വാമി സന്നിധിയിലേക്ക് പോയി വരാം. ടിൻറ്റുദാസ് ചേരുന്നുണ്ട് അവിടെ നിന്ന്. ടിൻറ്റുദാസ്, നമസ്തേ. എങ്ങനെയാണ് അവിടെയുള്ള കാഴ്ചകൾ? എത്ര മണി മുതലാണ് അവിടെ ഭക്തജനങ്ങളുടെ ഒരു വരവ് തുടങ്ങിയത്? നിറപുത്തരി പൂജ ഇവിടെ കഴിഞ്ഞോ? നെൽക്കതിരുകൾ വിതരണം ചെയ്യുന്നുണ്ടോ? ടിൻറ്റു. പ്രദീപിള്ള 5:45 ഈ വർഷത്തെ നിറപുത്തരി ചടങ്ങുകൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആരംഭിച്ചത്. 5:45 5:45 6:15 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു നിറപുത്തരി ചടങ്ങുകൾ നടത്തിയത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പത്മതീർത്ഥ കുളത്തിലെ തെക്കേ കൽമണ്ഡപത്തിൽ നിന്നും നെൽക്കതിരുകൾ തലയിൽ ചുമന്നുകൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് എത്തിക്കും. അവിടെ നിന്ന് ആയാതി പൂജകൾ നിർവഹിച്ചതിന് ശേഷം ക്ഷേത്രത്തിനകത്ത് കൊണ്ടുപോയി വലം വെച്ചതിന് ശേഷം ഈ പ്രത്യേകം തയ്യാറാക്കിയ ഈ പീഠത്തിൽ നെൽക്കതിരുകൾ അടുക്കി വയ്ക്കും. അതിനുശേഷം പൂജ. അതിനുശേഷം ഈ നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്കും ആദ്യം രാജകുടുംബാംഗത്തിനായിരിക്കും നൽകുക. അതിനുശേഷം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യും. ഒരു വർഷത്തെ സമൃദ്ധിയാണ് പ്രധാനമായിട്ടും നിറപുത്തരി ചടങ്ങുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങുകൾക്കായുള്ള നെല്ല് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഈ ധാന്യം കൊണ്ടുവരുന്നത് പുത്തരിക്കണ്ടം മൈതാനത്ത് കൃഷി ചെയ്ത ധാന്യമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിക്കുന്നത്. എല്ലാ വർഷവും തുടരുന്ന ആചാരമാണ്. പുത്തരിക്കണ്ടം മൈതാനത്തെ പ്രത്യേകം തയ്യാറാക്കിയ ചെറിയ ഒരു നെൽവയലിൽ നിന്നും ഇന്നലെ തന്നെ ഇത്തരത്തിൽ നിറപുത്തരിക്ക് ആവശ്യമായിട്ടുള്ള നെൽക്കതിർ എത്തിച്ചിരുന്നു. ആ നെൽക്കതിരാണ് ഈ നിറപുത്തരി ചടങ്ങുകൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലും സമാനമായ മുഹൂർത്തത്തിൽ തന്നെ നിറപുത്തരി ചടങ്ങുകൾ നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
5:45 കൂടി ആരംഭിച്ച ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തിയിരുന്നു. തെക്കേ നടയിലാണ് കൂടുതലും ഭക്തജനങ്ങൾ എത്തുന്നത്. കാരണം അവിടെ നിന്നാണ് നിറപുത്തരി ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഒരു വർഷത്തേക്ക്, അതായത് വരുന്ന വർഷത്തേക്കുള്ള സമൃദ്ധിയും ഐശ്വര്യവുമാണ് നിറപുത്തരി ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറയിലും പത്തായത്തിലും ധാന്യവും ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകുക എന്നതാണ് നിറപുത്തരി ചടങ്ങുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ആദ്യം കൊയ്തെടുക്കുന്ന ധാന്യം ഭഗവാന് അർപ്പിക്കുക എന്നും ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കും. മുൻ വർഷങ്ങളിലൊക്കെ നടന്നപ്പോൾ തന്നെ സമാനമായി തലേ ദിവസം തന്നെ ഈ നഗരസഭയുടെ ചുമതലയുള്ളവർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിറപുത്തരിക്കായിട്ടുള്ള കറ്റയും അതുപോലെ നെൽക്കതിരുകൾ എത്തിച്ചിരുന്നു. ഈ ഭഗവാന് പൂജിച്ചതിന് ശേഷമുള്ള നെൽക്കതിരുകൾ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് നൽകും. അതോടൊപ്പം തന്നെ ഈ നെൽക്കതിരുകൾ കൊണ്ടുള്ള അവൽ പ്രസാദവും നൽകും. ഈ അവൽ പ്രസാദം വാങ്ങാനാണ് നിരവധി ആളുകൾ അല്ലെങ്കിൽ നിരവധി ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന നെൽക്കതിരുകൾ വീടിൻ്റെ മുന്നിൽ മാവില, കാഞ്ഞിരം തുടങ്ങിയ ഇലകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകം തയ്യാറാക്കി ഒരു കിഴി പോലെ വീട്ടിൻ്റെ മുന്നിൽ സൂക്ഷിക്കുന്നതും ഐശ്വര്യം നിലനിർത്തുമെന്നാണ് വിശ്വാസം. എന്തായാലും ഈ വർഷത്തെ നിറപുത്തരി ചടങ്ങുകൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലും പൂർത്തിയായിട്ടുണ്ട്. 5:45 അതോടൊപ്പം തന്നെ 5:45 6:15 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു ഈ നിറപുത്തരി ചടങ്ങുകൾ നടത്തിയത്. ക്ഷേത്രത്തിന്റെ പ്രധാന ആരാധ്യയാണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുന്നത്. നമുക്ക് ഒരിക്കൽ കൂടി ശബരിമലയിലേക്ക് പോയി വരാം. കാര്യം ഇപ്പോഴും ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നുണ്ട്. ആൾക്കാർ ഇപ്പോഴും ക്യൂ നിൽക്കുകയാണ്. പലരുടെയും കൈകളിൽ നെൽക്കതിരിന്റെ കെട്ടുകൾ ഉണ്ട്. നിറപുത്തരിക്കായി പ്രത്യേകം കൃഷി ചെയ്ത നെൽക്കതിരുകളാണ് കറ്റകളാക്കി ഭക്തജനങ്ങൾ ഇരുമുടിക്കെട്ടിനൊപ്പം സന്നിധാനത്ത് എത്തിച്ചത്. ഇപ്പോഴും എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പൂജ കഴിഞ്ഞുവെങ്കിലും നേരത്തെ ടിൻഡു പറഞ്ഞതുപോലെ തന്നെ 5:45 6:15 ഇടയ്ക്കായിരുന്നു നിറപുത്തരി പൂജ. പൂജയ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് ഈ നെൽക്കതിരുകൾ വിതരണം ചെയ്യുന്നു. ഈ നെൽക്കതിരുകളാണ് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്നത്. മറ്റൊന്നുമല്ല, സമൃദ്ധിയുടെ ഒരു ലക്ഷണം. പഞ്ഞമാസം കഴിഞ്ഞു, ചിങ്ങം വരുന്നു. ഇനി കൊയ്ത്ത് ഉത്സവമാണ്. പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ പത്തായം എന്നും നിറഞ്ഞു തന്നെ ഇരിക്കുന്നതിനുള്ളൊരു പ്രാർത്ഥനയും വഴിപാടും കൂടിയാണ് ഈ ചെയ്യുന്നത്. ഈ നെൽക്കതിരുകൾ കൊണ്ട് വീട്ടിൽ സൂക്ഷിക്കുന്നു അടുത്ത വർഷത്തെ നിറപുത്തരി പൂജ വരെ. 18ാം പടിയിൽ സമർപ്പിക്കുന്ന നെൽക്കതിരുകൾ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരും മേൽശാന്തി VN മഹേഷ് നമ്പൂതിരിയും ചേർന്നാണ് തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തി സന്നിധാനം കിഴക്കേ മണ്ഡപത്തിൽ എത്തിച്ചത്. തന്ത്രി പൂജിച്ച ശേഷം സോപാനത്ത് എത്തിച്ച് വിഗ്രഹത്തിന് സമീപം വയ്ക്കുകയായിരുന്നു. ദൈവചൈതന്യം നിറച്ച് നെൽക്കതിരുകൾ ശ്രീകോവിലും സോപാനത്തും കെട്ടിയ ശേഷം ഭക്തർക്ക് വിതരണം ചെയ്തു തുടങ്ങി. പ്രജിത്ത് കേൾക്കാമെങ്കിൽ ഈ ഭക്തജനങ്ങൾക്ക് ഇപ്പോഴും ശബരിമല സന്നിധാനത്ത് നെൽക്കതിരുകൾ വിതരണം ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ ഇപ്പോഴും നെൽക്കതിരുകളുമായി ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണോ? എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ, വിശേഷങ്ങൾ? പ്രജിത്ത്. പ്രതിഭ, അല്പം മുൻപ് പോലും കുറച്ച് ഭക്തർ അവർ തമിഴ്നാട് തിരുച്ചിയിൽ നിന്ന് വന്നവരാണ്. അവർ നെൽക്കതിരുകളുമായി ഇങ്ങോട്ടേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ കേരളത്തിന് പുറത്തു നിന്നുള്ളവർ പോലും ഈ ഒരു ചടങ്ങിന് അത്രയധികം പ്രാധാന്യം നൽകുന്നു, അല്ലെങ്കിൽ ഈ ആചാരത്തിന് അത്രയധികം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. പ്രദീപ് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം, നമ്മളുള്ള ക്ഷേത്രത്തിൻ്റെ മറ്റു വശത്ത്, തിടപ്പള്ളിയുടെ ഒരു വശത്തായി നെൽക്കതിരുകൾ ഇപ്പോഴും ഭക്തർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. പൂച്ച നെൽക്കതിരുകൾ അത് അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ മറുവശത്താണുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, ഇപ്പോൾ പാലക്കാട് കൊല്ലങ്കോട് നിന്നും അതോടൊപ്പം കൊല്ലത്തെ അച്ചൻകോവിൽ നിന്നും ആറന്മുളയിൽ നിന്നുമൊക്കെ വന്ന വിവിധ സംഘങ്ങളുണ്ട്. ആചാരപരമായി വർഷങ്ങളായി നിറപുത്തരിക്കുള്ള നെൽക്കതിരുകൾ എത്തിക്കുന്ന സംഘങ്ങൾ, അവർക്കും ഇപ്പോൾ നെൽക്കതിരുകൾ, പൂജിച്ച നെൽക്കതിരുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആചാര പൊലിമയോടും കൂടി ഇപ്പോൾ ശബരിമലയിലെ നിറപുത്തരി ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. എന്തായാലും തിരക്ക് സാമാന്യം ഭേദപ്പെട്ട തിരക്ക് തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാലാവസ്ഥയൊക്കെ ഇച്ചിരി മോശമായിരുന്നുവെങ്കിലും അതിനൊക്കെ അവഗണിച്ച് അത്യാവശ്യം ഭക്തർ രാവിലെ തന്നെ, പുലർച്ചെ തന്നെ നട തുറന്നപ്പോൾ തന്നെ നല്ല ക്യൂ ശബരിമലയിൽ ഉണ്ടായിരുന്നു. അത് നിറപുത്തരി ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അത്രയധികം ആളുകൾ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി മടങ്ങിയിരുന്നു. ഇപ്പോഴും ആളുകളുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ളവർ ഈ ദിവസവും ശബരിമലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാസപൂജകൾക്കൊക്കെ ഉള്ളൊരു സമാനമായ തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും
നല്ല ഭക്തജന തിരക്കോടെ തന്നെ ഈ നിറപുത്തരി ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം തൊട്ടാണ് ഈ ചടങ്ങുകൾക്കുള്ള നെൽക്കതിരുകൾ സന്നിധാനത്തേക്ക് എത്തിച്ചത്. അത് കൊടിമരച്ചുവട്ടിൽ വെച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. പിന്നീട് അത് ക്ഷേത്രത്തിൻ്റെ സംഭരണ കേന്ദ്രത്തിലേക്ക് മാറ്റി. രാവിലെ വീണ്ടും ഇത് ഈ 18ാം പടിയിലെത്തിച്ച് തീർത്ഥം തളിച്ച് ശുദ്ധീകരണം നടത്തി. അതിനുശേഷം തിടപ്പള്ളിയിലേക്ക് മാറ്റി അവിടെ പ്രത്യേകമായി ഒരുക്കിയ ഹോമകൂടത്തിൻ്റെ വശങ്ങളിൽ വെച്ച് അതിനുശേഷം പൂജാ കർമ്മങ്ങൾ നടത്തി. അതിനുശേഷമാണ് ശ്രീകോവിലിനുള്ളിലേക്ക് ഭഗവാന്റെ സന്നിധിയിലേക്ക് ഭഗവാന് സമർപ്പിക്കാനായി നെൽക്കതിരുകൾ മാറ്റിയത്. ഒപ്പം ക്ഷേത്രത്തിലെ പൂജകൾ കൂടി പൂർത്തിയാക്കിയ ശേഷം ഈ നെൽക്കതിരുകൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഭക്തർക്ക് വിതരണം ചെയ്തു. അതിനുശേഷം ഇപ്പോഴും ഭക്തർക്ക് ആ നെൽക്കതിരുകൾ വാങ്ങാൻ അവിടെ നിന്ന് വാങ്ങിക്കാൻ കഴിയും. അത് തിടപ്പള്ളിയുടെ ഒരു വശത്ത് അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും പൂജകൾ കഴിഞ്ഞിട്ടും കുറച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരടക്കമുള്ളവർ ക്ഷേത്രത്തിലേക്ക് നെൽക്കതിരുകളുമായി എത്തിയ ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ശബരിമലയിലെ നിറപുത്തരി ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. പഴയൊരു നാട്ടാചാരമാണ്. ആ നാട്ടാചാരത്തിൻ്റെ അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി ശബരിമലയിൽ തുടരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രദീപ്, ദയവായി തുടരുക. പ്രജിത്ത് തന്നെ സൂചിപ്പിച്ചതുപോലെ അച്ഛൻ കോവിൽ, പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് നെൽക്കതിരുകൾ നിറപുത്തരിക്കായി സന്നിധാനത്ത് എത്തിച്ചത്. നെൽക്കതിരുകൾ വഹിച്ചുകൊണ്ട് അച്ചൻകോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്ര ഓഗസ്റ്റ് 11-നാണ് ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിച്ചത്. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് സന്നിധാനത്ത് എത്തിയത്. പറഞ്ഞതുപോലെ തന്നെ പഞ്ഞമാസം എന്ന് പറയുന്ന കർക്കിടകം കഴിയുന്നു. ചിങ്ങപ്പുലരി ഇനി ദിവസങ്ങൾ മാത്രം അകലെ. അതിനു മുന്നോടിയായി പഞ്ഞമാസത്തിന് വിട പറഞ്ഞ്, അറുതിക്കൊക്കെ വിട പറഞ്ഞ്, പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ, സമൃദ്ധിയുടെ നാളുകൾ വരാനായി, പത്തായം എന്നും നിറഞ്ഞിരിക്കാനായി, കൊയ്ത്ത് നന്നായി നടക്കാനായി, പട്ടിണിയും പരിവട്ടവും ഇല്ലാതിരിക്കാനായി ഒക്കെയുള്ള പ്രാർത്ഥനകളും പൂജകളും അതിൻ്റെ കൂടി സൂചകമാണ് ഈ നിറപുത്തരി പൂജ. നിറപുത്തരി പൂജയ്ക്ക് ശേഷം കിട്ടുന്ന നെൽക്കതിരുകളാണ് ഭക്തജനങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ സൂക്ഷിക്കുന്നതും. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം നിറപുത്തരി പൂജ ഇന്ന് നടക്കുന്നുണ്ട്. ശബരിമല സന്നിധാനത്ത് നിന്ന് വിഷ്വൽ ജേർണലിസ്റ്റ് ഗോപനൊപ്പം പ്രജിത് മോഹനാണ് ചേർന്നത്. അതുപോലെ തന്നെ ശ്രീപത്മനാഭസ്വാമി സന്നിധിയിൽ നിന്ന് ടിൻറ്റു ദാസും ആണ് നിറപുത്തരി വിശേഷങ്ങളുമായി ചേർന്നത്. പുലർച്ചെ തന്നെ പൂജകൾ ആരംഭിച്ചിരുന്നു. ഇന്നലെ തന്നെ ഈ നെൽക്കതിരുകൾ സന്നിധാനത്ത് എത്തിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയാണ് പൂജകൾക്ക് ശേഷം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് നെൽക്കതിരുകൾ സോപാനത്തിൽ എത്തിച്ചതും ഒടുവിൽ സന്നിധാനത്ത് ശ്രീ അയ്യപ്പൻ്റെ വിഗ്രഹത്തിന് സമീപം ഇത് സ്ഥാപിച്ചു. ഇതിന് ശേഷമാണ് പൂജകൾക്ക് ശേഷമാണ് പ്രസാദം ആയി നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തത്. അപ്പോൾ പൂജകൾ പുലർച്ചെ 5:45 ആരംഭിച്ച് 6:15 സമാപിച്ചു. നിറപുത്തരി പൂജകൾക്കായുള്ള മാത്രമായി നട തുറന്നതാണ്. ഇന്ന് രാത്രി 10 മണിയോടുകൂടി ഹരിവരാസനം പാടി ശബരിമല സന്നിധാനം അടയ്ക്കും. ഇനി ചിങ്ങമാസ പൂജകൾക്കായി ചിങ്ങം 1/17 ഓഗസ്റ്റ് 16 വൈകുന്നേരം വീണ്ടും നട തുറക്കും. അപ്പോഴും ജൻ ടി വിക്കൊപ്പം നമുക്കെല്ലാവർക്കും ശബരിമല അയ്യൻ്റെ ദർശനത്തിനായി കാത്തിരിക്കാം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നിറപുത്തരി ആശംസകൾ. ദുരന്തത്തിൻ്റെയും അറുതിയുടെയും വറുതിയുടെയും ഒക്കെ പഞ്ഞമാസം കടന്നു പോകട്ടെ. നിറഞ്ഞ പത്തായങ്ങൾ, നിറഞ്ഞ മനസ്സുകൾ ഒക്കെ ആശംസിക്കാം. നമുക്കിനി അടുത്തൊരു വാർത്തകളിലേക്ക് നോക്കേണ്ടതുണ്ട്. നമ്മൾ ചിങ്ങം പിറക്കുന്ന കാര്യമെല്ലാം പറഞ്ഞുവെങ്കിലും ഏറെ വിഷമത്തോടു കൂടി നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം, നമ്മുടെ കുറച്ച് സഹോദരങ്ങൾ ദുരന്തത്തിൽപ്പെട്ടു പോയൊരു കാര്യം മറന്നുകൊണ്ട് ആഘോഷങ്ങളിലേക്ക് ഏർപ്പെടരുതെന്നും കൂടി ഈ ഒരു അവസരത്തിൽ പറയേണ്ടതുണ്ട്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പഠനത്തിന് UN സഹായം തേടാൻ സംസ്ഥാന സർക്കാർ. ഡൽഹിയിലെ UN ഓഫീസിനെ സമീപിക്കാൻ മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. നീക്കം കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകി. ജന ബ്രേക്കിംഗ്. രാജീവ് ഉണ്ട് വിവരങ്ങളുമായി. രാജീവ് ഓരോ ആഴ്ചയും ഇത്തരം വിവിധ വാർത്തകൾ തരുമ്പോൾ അത്ഭുതപ്പെടുന്നത് ചട്ടവും നിയമവും മാനദണ്ഡവും ഒന്നും പറഞ്ഞു കൊടുക്കാൻ ഈ സർക്കാരിൽ ആരുമില്ലേ എന്നുള്ളതാണ്. രാജ്യാന്തര സഹായം തേടുന്നത് മുതൽ രാജ്യാന്തര തലത്തിൽ സന്നദ്ധ സംഘടനകളുടെ സഹായം തേടുന്നതിൽ പോലും കൃത്യമായ മാനദണ്ഡവും ചട്ടവും ഒക്കെ ഇരിക്കെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സഹായം തേടാനായാണോ പുറപ്പാട്? രാജീവ്,
നമസ്തേ പ്രദീപ് പിള്ള, ദേവിക. ഏതായാലും പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് ഐക്യരാഷ്ട്രസഭയുടെ സഹായം തേടാനുള്ള നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അതിൻ്റെ ഈ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അവിടെ നിലനിൽക്കുന്ന മറ്റു വിഷയങ്ങൾ, ഇതൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയാണ് UN സഹായം തേടാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നേരിട്ട് നൽകിയിരിക്കുന്നത്. മുതിർന്ന ഒരു IAS ഉദ്യോഗസ്ഥനെ ഇതിനായി ചുമതലപ്പെടുത്തണം. UN ഓഫീസുമായി ബന്ധപ്പെടാനുള്ള നിർദ്ദേശമാണ് നിലവിലിപ്പോൾ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മാനദണ്ഡങ്ങൾ കേന്ദ്ര മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് നിലവിലിപ്പോൾ ഏതായാലും കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഏതായാലും അത്തരം ചർച്ചകൾക്ക് സംസ്ഥാന സർക്കാർ തുടക്കമിടുകയാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്ര വലിയൊരു ദുരന്തമുണ്ടാകുമ്പോൾ അവിടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടലാണ്. അതായത് 30 പുലർച്ചെ ദുരന്തമുണ്ടാവുകയും ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. മാത്രമല്ല, പ്രധാനമന്ത്രി നേരിട്ടാണ് മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചത്. കാര്യങ്ങൾ തിരക്കുകയും മനുഷ്യസാധ്യമായ എല്ലാ സഹായങ്ങളും അവിടെ എത്തിക്കുമെന്ന പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉടൻ തന്നെ NDRFന്റെ കൂടുതൽ സംഘങ്ങൾ അവിടെ എത്തിക്കുന്നു. സൈന്യം അവിടേക്ക് എത്തുന്നു. സൈന്യമൊക്കെ അവിടെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ ഒരുപക്ഷെ പല ഘട്ടങ്ങളിലും നമ്മൾ ചർച്ച ചെയ്തതാണ്. 24 മണിക്കൂർ കൊണ്ട് ബെയിലിപ്പാലം ഉൾപ്പെടെ സാധ്യമാക്കുന്ന സാഹചര്യമുണ്ടായി. കാരണം ആദ്യം മുണ്ടക്കയിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അവിടെയാണ് പാലം തകർന്ന മേഖലകളിൽ ഉൾപ്പെടെ സൈന്യം എത്തുകയും ബെയിലിപ്പാലം 24 മണിക്കൂർ കൊണ്ട് പ്രതികൂല കാലാവസ്ഥയെ പോലും മറികടന്ന് നിർമ്മിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇതിനൊപ്പമാണ് 145 കോടി രൂപ അടിയന്തരമായി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് കൈമാറുകയും ചെയ്തു. 30-ന് ഈ ദുരന്തമുണ്ടാവുകയും 31-ന് തന്നെ കേന്ദ്ര സർക്കാർ അടിയന്തരമായി സംസ്ഥാന സർക്കാരിന് 145 കോടി രൂപ കൈമാറുകയും ചെയ്തിരുന്നു. പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനങ്ങൾ നടത്തിയെങ്കിലും ഈ കേന്ദ്ര സഹായത്തെക്കുറിച്ച് ഒന്നും വേണ്ടിയിരുന്നില്ല. ഒടുവിൽ ജനം TV-യാണ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിട്ടത്. പക്ഷേ ഇപ്പോൾ ഏതായാലും കേന്ദ്ര സർക്കാരിനെ പോലും അറിയിക്കാതെയുള്ളൊരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മുഖ്യമന്ത്രി തന്നെയാണ് ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ ഇതിനായി ചുമതലപ്പെടുത്താൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. ഈ ദുരന്തത്തിന് ശേഷം വയനാട് ഉണ്ടായ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ പഠനം നടത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സഹായം കൂടി ഇതിൽ തേടിക്കൊണ്ട് ഐക്യരാഷ്ട്രസഭയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പഠനം നടത്താനുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും കേന്ദ്ര മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ഇതിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഇന്റലിജൻസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇത്തരമൊരു പഠനം നടത്തുന്നത് എന്തിരുന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതീവ രഹസ്യമായി തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ സർക്കാർ സൂക്ഷിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ച് ഇത്തരമൊരു പഠനം നടത്തിയാൽ UN നേതൃത്വത്തിൽ പഠനം നടത്തുമ്പോൾ കൂടുതൽ വിദേശ സഹായം സംസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയും. നേരത്തെ 2018-ലും ഇത്തരമൊരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പ്രളയ സമയത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സഹായം തേടാൻ സംസ്ഥാന സർക്കാർ നീക്കം നടത്തുകയും കേന്ദ്ര സർക്കാർ അതിൽ ഇടപെടുകയും ചെയ്തിരുന്നു. കാരണം കേന്ദ്ര സർക്കാരിന്റെ അനുവാദമില്ലാതെ അത്തരത്തിൽ ഒരു സംസ്ഥാനത്തിന് സഹായം തേടാൻ അനുമതിയില്ല. നിയമപരമായി അത്തരത്തിൽ അനുമതി ഇല്ല എന്നിരിക്കുകയായിരുന്നു 2018-ൽ സംസ്ഥാന സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തിയത്. പക്ഷേ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ വിദേശ സഹായം തടഞ്ഞു എന്ന ഒരു പ്രചാരണം സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ രീതിയിൽ വഴിവിട്ട നീക്കങ്ങൾ നടത്തുന്നത് കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്നത്. അത്തരമൊരു സാഹചര്യം തന്നെയാണ് ഏതായാലും ഇവിടെയും ഉണ്ടായിരിക്കുന്നത്. UN സഹായം തേടാനുള്ള നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ. രാജീവ്, മറ്റൊരു കാര്യം കൂടി ഈ സമയത്ത് ചോദിക്കേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇത് തുടർച്ചയായാണ് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഈ നാട്ടുനടപ്പില്ലാത്ത കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. ഏറ്റവും ഒടുവിൽ ജനം TV പുറത്തുവിട്ടൊരു വാർത്തയെന്ന് പറയുന്നത് ഭാരതത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനം വിദേശ സഹകരണത്തിന്റെ കാര്യങ്ങൾ നോക്കാനായി ഒരു സെക്രട്ടറിയെ നിയമിച്ചു എന്നാണ്. അതായത് ഒരു രാജ്യത്തിന് മാത്രമുള്ള വിദേശകാര്യ സെക്രട്ടറിയെ സംസ്ഥാനം നിയമിച്ചു എന്നുള്ള മട്ടിൽ അത് ഒട്ടേറെ പരിഹാസത്തിന് പോലും പാത്രമായി സംസ്ഥാന സർക്കാർ. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രളയകാലത്ത് ദുബായിൽ നിന്ന് UAE-യിൽ നിന്ന് ഫണ്ട് സഹായം സ്വീകരിക്കാനായി നേരിട്ട് നടത്തിയൊരു നീക്കം, അതും വലിയ വിവാദത്തിലേക്കും ഏറ്റവും ഒടുവിൽ തിരിച്ചടിയിലേക്കും നയിച്ചിരുന്നു. പിന്നെ രാജീവ് തന്നെ പറഞ്ഞു ഇത് 3-4 കാര്യങ്ങൾ കൂടി ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, രാജീവ് തന്നെ സൂചിപ്പിച്ച ആദ്യ പ്രളയകാലത്ത് വിദേശത്ത് പോയി പ്രളയം എങ്ങനെ പഠിക്കാം എന്ന് പറഞ്ഞൊരു വലിയ സംഘം യാത്ര ചെയ്തിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഫോക്കസ് ചെയ്തത് നെതർലൻഡ്സിലാണ്. റൂം ഫോർ റിവർ എന്നൊക്കെ പറഞ്ഞുള്ള കുറേ തത്വങ്ങളും പ്രഖ്യാപനം ഒക്കെ ഉണ്ടായിരുന്നു. നെതർലൻഡ്സിൽ നിന്നുള്ള ഈ പ്രളയ ആശ്വാസം അല്ലെങ്കിൽ പ്രളയ പരിഹാരം അതല്ലെങ്കിൽ വെള്ളപ്പൊക്ക പരിഹാരമൊന്നും ഇവിടെ നടപ്പാക്കിയതായി കണ്ടില്ല എന്ന് മാത്രമല്ല റോഡുകൾ തോടുകളാവുന്നത് തുടരുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം പിന്നെ ഇതിനെല്ലാം പുറമെ
എങ്ങനെ ദുരന്തങ്ങൾ ഒഴിവാക്കാം, അതല്ലെങ്കിൽ ദുരന്തം വരുന്നതിൽ നിന്ന് രക്ഷപ്പെടാം, അതല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതെ എങ്ങനെ കരുതൽ എടുക്കാം എന്നുള്ളതിനാണെങ്കിൽ ആവശ്യത്തിലധികം പഠന റിപ്പോർട്ടുകൾ സംസ്ഥാന സർക്കാരിൻ്റെയും ഭാരത സർക്കാരിൻ്റെയും പക്കൽ തന്നെയുണ്ട്. അതൊന്ന് നോക്കിയാൽ മതി. ഗാഡ്ഗിൽ റിപ്പോർട്ട് മുതൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് മുതൽ ഏറ്റവും ഒടുവിൽ ജനം TV പുറത്തുവിട്ട വാർത്തയുണ്ട്. 2018-19 ദുരന്തങ്ങൾക്ക് ശേഷം, ഞാനിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, ഈ ഒരു റിപ്പോർട്ട് 2020 ഇൻഡോർ IIT-യിലെ പ്രൊഫസർ മിന്നു ട്രേസ അടക്കം 5 വിദഗ്ധർ വയനാട്ടിൽ വന്ന് താമസിച്ച് വയനാടിന്റെ കാലാവസ്ഥയും വയനാടിന്റെ മഴയും വയനാടിന്റെ ഭൂപ്രകൃതിയും വയനാട്ടിലെ മണ്ണിന്റെ അവസ്ഥയും ഒക്കെ പഠിച്ച ശേഷം സമർപ്പിച്ച റിപ്പോർട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ സർക്കാരോ അധികൃതരോ തുറന്നു നോക്കിയിട്ടുണ്ടോ? അതിൽ കൃത്യമായി പരിഹാര മാർഗം പറയുന്നുണ്ട്. ഏതൊക്കെ മേഖലയാണ് ഉരുൾപൊട്ടൽ സാധ്യത എന്ന് പറയുന്നുണ്ട്. എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ മുൻകരുതൽ എടുക്കാം എന്ന് പറയുന്നുണ്ട്. അവിടെ പെയ്യുന്ന മഴയുടെ തീവ്രതയും എത്ര സമയം പെയ്യുന്നു എന്നുള്ള ദൈർഘ്യവും പഠിച്ചു കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ സാധ്യത പ്രവചിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഏർലി വാർണിംഗ് സിസ്റ്റം ആണ് ഇവിടെ ഏർപ്പെടുത്തണം എന്ന് ആ പഠന റിപ്പോർട്ടിൽ പറയുന്നത്. ഇതൊന്നും ചെയ്യാതെ 4 വർഷത്തിന് ശേഷം മറ്റൊരു ദുരന്തത്തിനായി കാത്തിരുന്ന പോലെയാണ് ഇപ്പോൾ വീണ്ടും ചില വിചിത്രമായ നടപടികളുമായി മുന്നോട്ട് വരുന്നത്, അല്ലെ രാജീവ്? തീർച്ചയായും പ്രദീപ്, ആ കാര്യത്തിൽ സംശയമില്ല. കാരണം 2018 വലിയൊരു പ്രളയം ഇവിടെ ഉണ്ടായതിനു ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പ്രദീപ് സൂചിപ്പിച്ചതുപോലെ നെതർലൻഡ്സിലേക്ക് പോകുന്നു. അവിടെ ഈ പോകുന്ന സമയത്ത് വലിയ ദൂരത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ സജീവമായി ഉയർന്നിരുന്നു. അന്ന് സർക്കാർ പറഞ്ഞത് നെതർലൻഡ്സിൽ പോയി അവിടുത്തെ സാഹചര്യങ്ങൾ പഠിക്കണം, പ്രളയക്കെടുതികൾ നേരിടുന്നതിനെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് പഠനം നടത്താനാണ് നെതർലൻഡ്സിലേക്ക് പോകുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത്. മുഖ്യമന്ത്രി മാത്രമല്ല, മന്ത്രിമാരും ഈ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുമൊക്കെ അവിടേക്ക് പോയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ആ സമയത്താണ് ഈ റൂം ഫോർ റിവർ സംസ്ഥാനത്ത് നടപ്പാക്കും, ഇനിയും പ്രളയ സാധ്യതയുണ്ട് എന്ന് തന്നെയായിരുന്നു മുഖ്യമന്ത്രി ആ ഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരുന്നത്. 2018-ലും 2019-ലും ഒക്കെ പ്രളയ സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നത്. മാത്രമല്ല, ഈ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഉണ്ടാകാം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി റിപ്പോർട്ടുകൾ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടുകളൊക്കെ അവഗണിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, ഇതിൻ്റെ പേരിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് ഒരു കുറവും വരുത്തിയിരുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് എന്തായാലും വയനാട് ദുരന്തമുണ്ടാകുന്ന ഒരു ദുരന്തമുഖത്ത് സംസ്ഥാനം നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളിലേക്ക് ഏതായാലും പോകുന്നില്ല. പക്ഷേ ഈ ദുരന്തങ്ങൾ തടയുന്നതിൽ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ തന്നെ ഉയർന്നു വന്ന ഒരു വിമർശനം നെതർലൻഡ്സിലെ സാഹചര്യമല്ല സംസ്ഥാനത്തേത്, ഈ സംസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യമുള്ള ഒരു രാജ്യത്ത് പോയി എന്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്നത് എന്ന ചോദ്യം പ്രധാനമായും ഉയർന്നിരുന്നു. പക്ഷേ അതിന് കൃത്യമായൊരു മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല. പിന്നീട് പ്രതിപള്ളനെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു വിദേശകാര്യ സെക്രട്ടറി, അതായത് വിദേശകാര്യങ്ങൾ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു IAS ഉദ്യോഗസ്ഥയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറക്കുന്നു. അതുപോലും മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് എന്ന വിമർശനം വളരെ ശക്തമായി ഉയർന്നിരുന്നെങ്കിലും ആ ഉത്തരവിൽ ഇതുവരെ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. കേന്ദ്ര സർക്കാരുമായി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു തസ്തിക സൃഷ്ടിച്ചത് എന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ രീതിയിൽ കേന്ദ്ര മാനദണ്ഡങ്ങൾ തുടർച്ചയായി സംസ്ഥാനം ലംഘിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഇന്റലിജൻസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ ഉയർന്നു വരുന്ന ഒരു പ്രശ്നം അത് തന്നെയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിക്കണം. കാരണം കേന്ദ്ര സർക്കാരിനെ അറിയിച്ച് അത്തരമൊരു നടപടികളിലേക്കോ അല്ലെങ്കിൽ ആ കാര്യങ്ങളിലേക്കോ പോകണമെങ്കിൽ കേന്ദ്ര സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകേണ്ടത്. പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. നേരിട്ട് സംസ്ഥാന സർക്കാർ തന്നെ ചീഫ് സെക്രട്ടറി വഴി ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുകയാണ്. രാജീവ്, അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് പ്രശ്ന പരിഹാരത്തിനല്ല ശ്രമിക്കുന്നത്. യഥാർത്ഥ ലക്ഷ്യം പ്രശ്ന പരിഹാരമല്ല, മറ്റെന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ, അതല്ലെങ്കിൽ കുറച്ചധികം വിദേശ സഹായം ലഭിക്കുമോ എന്നറിയാനാണ്. ധാരാളം പ്രേക്ഷകർ നമസ്തേ പറയുന്നുണ്ട്. ദേവികജിക്കും പ്രദീപ് ജിക്കും അനുജിക്കും വീണാജിക്കും ഒക്കെ എല്ലാവരെയും കാണുന്നുണ്ട്, എല്ലാ കമന്റ്സും കാണുന്നുണ്ട്. പക്ഷെ ഒട്ടനവധി വാർത്തകൾ ഉള്ളത് കൊണ്ടാണ് ഓരോന്നായി വായിച്ചു പോകാത്തത്. ഉഷാജിയെ കണ്ടു, നന്ദനാജിയെ കണ്ടു, സദാനന്ദജിയെ കണ്ടു, ദിനേശ് കൊടുമുണ്ടയെ കണ്ടു, TKRനെ കണ്ടു, TN രാജേന്ദ്രനെ കണ്ടു, രാധാകൃഷ്ണൻ വൈകുണ്ഠം, രാധാകൃഷ്ണൻ RK എല്ലാവരെയും കണ്ടു. കമന്റുകൾ കാണുന്നുണ്ട്. അജിത ശ്രീനിവാസ് എല്ലാവരും നമുക്ക് വേണ്ടി പരസ്പരം നമസ്തേ പറയുന്നുണ്ട്. പ്രേക്ഷകർക്ക് നമസ്തേ പറയുന്നുണ്ട്. ജനം TV പ്രവർത്തകർക്ക് നമസ്തേ പറയുന്നുണ്ട്. എല്ലാവർക്കും നമസ്തേ. നമസ്കാരം.
ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അർദ്ധ പദ്മാസനം. അപ്പോൾ ഇത്രയും ദിവസങ്ങളിൽ പദ്മാസനത്തിൻ്റെ പ്രിപ്പറേറ്ററി ആസനങ്ങളാണ് നമ്മൾ ചെയ്തത് അല്ലേ. ഓരോ ദിവസം കൊണ്ടല്ല, ഈ ഓരോ പഠിച്ച ആസനങ്ങളും നമ്മളുടെ ഫ്ലെക്സിബിലിറ്റിക്കും അവനവൻ്റെ കഴിവിനും അനുസരിച്ച് അത് ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച സമയമൊക്കെ എടുത്തെന്നിരിക്കും, ചിലവർക്ക് 1 മാസം എടുത്തെന്നും ഇരിക്കും. കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ അത്രയും ഫ്ലെക്സിബിൾ ആവും നമ്മളുടെ ശരീരം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അർദ്ധ പദ്മാസനമാണ്. അത് ചില വ്യക്തികൾക്ക് പല കാരണങ്ങൾ കൊണ്ട് പൂർണ്ണ പദ്മാസനം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അതായത് പദ്മാസനത്തിലിരിക്കാൻ പ്രയാസമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിലും നമ്മൾ ചെയ്തു എന്നുള്ളൊരു മനസ്സിന് ഒരു സമാധാനത്തിനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈക്വലി അത്രയും ബെനിഫിറ്റ്സ് നമുക്ക് തരുന്ന ഒരു ആസനമാണ് അർദ്ധ പദ്മാസനം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പകുതി പദ്മാസനമാണ്. അപ്പോൾ എവിടെയായിരിക്കും നമ്മൾ പകുതി ചെയ്യുന്നത്, അഡാപ്റ്റ് ചെയ്യുന്നത്? നമ്മളുടെ കാലിൻ്റെ ഒരു കാല് മാത്രമായിരിക്കും പദ്മാസനത്തിലേക്ക് വരുന്ന മാതിരി, മറ്റേ കാല് നോർമലി ആയിരിക്കും നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ ഈ ആസനങ്ങൾ ആർക്കൊക്കെ ചെയ്യാം? എല്ലാവർക്കും ചെയ്യാം, എല്ലാ ആൾക്കാർക്കും ചെയ്യാം. പക്ഷേ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉള്ളവർക്കും, നമ്മുടെ ഹിപ്പിന് സിവിയർ ആർത്രൈറ്റിസ് ബാധിച്ചവർക്കും, സിവിയർ ആയിട്ട് മുട്ടുവേദന ഉള്ളവരും ഒഴിവാക്കുക. ബാക്കിയുള്ള എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഈവൻ ഈ ഒരു ആസന പ്ലാന്റാർ ഫേഷ്യ, അതായത് പാദത്തിലുണ്ടാകുന്ന കുത്തിയുള്ള വേദന, അതൊക്കെ വളരെ ഉചിതമാണ്. ആദ്യം ഈ ആസനം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കാലുകൾ നീട്ടിവെച്ചിരിക്കുക. ശേഷം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇടത്തെ കാലാണ് ചെയ്യുന്നത്. ഇടത്തെ കാലിൻ്റെ പാദത്തിൽ പിടിച്ച് പാദത്തിനെ നമ്മളുടെ ഇടുപ്പിൻ്റെ വശത്ത് കൊണ്ടുവരണം. അതായത് മുട്ടിൻ്റെ അവിടെ അല്ല വയ്ക്കേണ്ടത്, നമ്മളുടെ ഇടുപ്പിൻ്റെ അവിടെ വശത്ത് കൊണ്ടുവരണം. അപ്പോൾ തന്നെ നമ്മൾ മാക്സിമം നമ്മൾ കയറ്റി വെച്ചു. ഇതിൻ്റെ ഈ മുട്ട് കൊണ്ട് ഇതിനൊരു സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, മുട്ട് പൊങ്ങിയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ മുട്ടിൻ്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യണം? വലത്തെ പാദം കൊണ്ടുവയ്ക്കുക. ഓക്കെ, അപ്പം ഇടത്തെ മുട്ടിന് സപ്പോർട്ടായിട്ട് വലത്തെ പാദമുണ്ട്. ഇടത്തെ പാദം എവിടെ വരും? നമ്മളുടെ വലത്തെ ഇടുപ്പിൻ്റെ അറ്റത്തും വരും. ഇതാണ് അർദ്ധ പദ്മാസനം. എളുപ്പമല്ലേ ചെയ്യാൻ? വളരെ എളുപ്പമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പാദം മുട്ടിൻ്റെ അവിടെ കൊണ്ടുവരരുത്. പാദം എപ്പോഴും ഇടുപ്പിൻ്റെ അങ്ങോട്ട് മാക്സിമം നമ്മൾ വലിച്ചു പിടിക്കുക. സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുട്ട് കൊണ്ടുവന്ന് താങ്ങ് കൊടുക്കുക. വലത്തെ പാദം ഇടത്തെ മുട്ടിൻ്റെ അടിയിലും വരും. ഇത് നിവർന്ന് ചിന്മുദ്രയിൽ ഇരിക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്തത് വലത്തെ വശമാണ്. ഇതുപോലെ നമുക്ക് ഇടത്തെ വശവും ചെയ്യാം. ആദ്യം നമുക്ക് ഈ പോസ്റ്റർ റിലീസ് ചെയ്യാം. അവസാനം വെച്ചത് ഏത് കാലാണ്? നമ്മളുടെ വലത്തെ കാൽ. അപ്പോൾ അവസാനം വെച്ച് നമ്മൾ ആദ്യം റിലീസ് ചെയ്യണം. വലത്തെ പാദം സ്ട്രെയിറ്റ് ആക്കുക. ശേഷം ഇടത്തെ പാദം നമ്മൾ നേരെ നിവർത്തി കൊണ്ടുവരിക. ഓപ്പോസിറ്റ് സൈഡും കൂടെ നമുക്ക് ചെയ്യാം. ആദ്യം വലത്തെ പാദം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഇടത്തെ മുട്ടിൻ്റെ മുകളിലായിട്ട് ഇടത്തെ ഇടുപ്പിലോട്ട് കൊണ്ടുവരിക. വലത്തെ മുട്ടിൻ്റെ അടിയിൽ ഇടത്തെ പാദം കൊണ്ടുവന്ന് സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ കാലൊന്ന് സ്ട്രെച്ച് ചെയ്ത് വയ്ക്കുന്നു. ചിന്മുദ്രയിൽ കണ്ണടച്ച് റിലാക്സ് ചെയ്യുക. കണ്ണുകൾ തുറക്കുക. ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇടുപ്പ് നിന്നും മാറിയായിരിക്കും, ഒത്തിരി അങ്ങ് മാറി ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കാൻ പാടില്ല. മുട്ട് ഇടുപ്പിൽ നിന്നും ഒത്തിരി അകലത്തിൽ മുട്ടിരിക്കാൻ പാടില്ല. മുട്ട് എപ്പോഴും നമ്മളുടെ ഇടുപ്പിൽ നിന്ന് കുറച്ച് ഒരു അലൈൻമെൻറ്റിൽ മാത്രമേ നിൽക്കാവൂ. ഇതും കൂടെ നമ്മൾ ഈ ആസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി റിലീസ് ചെയ്യാൻ വളരെ പതുക്കെ കൈ പിന്നിൽ വെച്ച് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക. വളരെ പതുക്കെ പഴയ അവസ്ഥയിലേക്ക് നമുക്ക് തിരികെ വരാം. അപ്പോൾ അർദ്ധ പദ്മാസനം എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ നോക്കിയല്ലേ. ഇച്ചിരി പ്രയാസമായിരിക്കും, ഒരു കാരണവശാലും പിൻവാങ്ങരുത്. റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ 3 ദിവസം നമ്മൾ പദ്മാസനത്തിൻ്റെ പ്രിപ്പറേഷനായിരുന്നു, തയ്യാറെടുപ്പുകളായിരുന്നു. അപ്പം നാളെ നമ്മൾ പദ്മാസനം ചെയ്യാൻ പോവുകയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു ദിവസം കൊണ്ടല്ല,
നമ്മൾ കുറേ നാളുകൾ ഏകദേശം 1 മാസമെങ്കിലും ഈ പഠിച്ച ഓരോ ആസനങ്ങളും ഇന്നും കൂടെ ചേർത്ത് 4 ആസനങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും പത്മാസനം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നാളെ പത്മാസനം ചെയ്യാം. എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ടാണ് നമ്മൾ ആസനങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുടക്കവും പറയാതെ എല്ലാവരും അഭ്യസിക്കണം. നന്ദി, നമസ്കാരം. ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡുകൾ, അധ്യായങ്ങൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ www.jenintv.com ലഭ്യമാണ്. റെഗുലറായിട്ട് കാണുക. നമുക്കത് യൂട്യൂബിലെ ചാനലിൽ തന്നെ കണ്ടുകൊണ്ട് നമുക്ക് റെഗുലർ ഒരു ദൈനംദിന പ്രാക്ടീസായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നന്ദി, നമസ്കാരം. വീണ്ടും വയനാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. വയനാട് ദുരന്തഭൂമിയിൽ ജനകീയ തിരച്ചിൽ ഇന്നും തുടരും. ചാലിയാറിന്റെ തീരത്തും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ജനകീയ തിരച്ചിൽ നടക്കും. 5 സെക്ടറുകളിലായാണ് തിരച്ചിൽ നടക്കുക. അതേസമയം രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി സംയുക്ത ക്യാമ്പ് ഇന്ന് നടക്കും. വിവിധ വകുപ്പുകൾ ഉൾപ്പെടുന്നതാണ് ക്യാമ്പ്. വിവരങ്ങളുമായി അർജുൻ PS-ഉം മലപ്പുറത്ത് നിന്ന് സോണൽ കൃഷ്ണയും ചേരുന്നുണ്ട്. ആദ്യം അർജുനിലേക്കാണ് പോകുന്നത്. അർജുൻ, ഇന്നും ജനകീയ തിരച്ചിൽ അവിടെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സേവാഭാരതിയുടെ അടക്കം സഹായത്തോടു കൂടിയാണ് ജനകീയ തിരച്ചിലോട്ട് കടക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ബന്ധുക്കളെയും അല്ലെങ്കിൽ മിത്രങ്ങളെയും എല്ലാം കൂട്ടിക്കൊണ്ടുള്ള ഒരു തിരച്ചിൽ കൂടി അവിടെ സജീവമായി ഉണ്ടാകുമെന്നാണ് അറിയുന്നത്, അല്ലേ? തീർച്ചയായും 2000-ലധികം ആളുകളാണ് ഇത്തരത്തിൽ ജനകീയ തെരച്ചിലിന് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിരുന്നത്. എന്നാൽ പ്രതികൂല കാലാവസ്ഥ മൂലം വൈകുന്നേരമായപ്പോഴത്തേക്കും ഈ തെരച്ചിൽ നിർത്തേണ്ടതായിട്ട് വന്നിരുന്നു. ഇവിടെയുള്ള പ്രദേശങ്ങളിൽ, സമീപ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള ശക്തമായ മഴ ലഭിച്ചിരുന്നു. മാത്രമല്ല ഈ മേഖലകളിലും അല്ലെങ്കിൽ പുഞ്ചിരിമട്ടം അതുപോലെ തന്നെ മുണ്ടക്കൈ മേഖലകളിലും മഴ ലഭിച്ചത് മൂലം അത്തരത്തിൽ മഴ പെയ്ത മൂലം ബെയിലി പാലം അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും ജനകീയ തെരച്ചിൽ തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായാൽ ജനകീയ തെരച്ചിൽ മാറ്റിവെക്കുവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അത്തരത്തിൽ എന്ന കാലാവസ്ഥയെ അനുകൂലിച്ചിരിക്കും അല്ലെങ്കിൽ കാലാവസ്ഥയെ അനുസരിച്ചിരിക്കും ഇത്തരത്തിൽ ജനകീയ തിരച്ചിൽ ആരംഭിക്കണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക. മാത്രമല്ല ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രേഖകൾ, അതായത് വിവിധ പ്രദേശത്തുള്ള ആളുകളുടെ രേഖകൾ ഇന്ന് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അവരുടെ രേഖകൾ ലഭിക്കുവാനുള്ള ഒരു അവസരമാണ്. ഈ ദുരന്തബാധിത മേഖലകളിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് കൃത്യമായി തന്നെ പരിശോധനകൾ നടത്തി രേഖകൾ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതാ മേപ്പാടി സ്കൂൾ, തൊട്ടപ്പുറത്ത് സെന്റ് ജോസഫ് സ്കൂൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അവിടെയുള്ള ക്യാമ്പുകളിലാണ് ഇത്തരത്തിലുള്ള രേഖകൾ കൈമാറുക. മാത്രമല്ല ഇന്ന് തെരച്ചിൽ, ശക്തമായിട്ടുള്ള ഒരു തെരച്ചിലാണ് ഇന്നും നടത്തുക. പുഞ്ചിരിമട്ടം അതുപോലെ തന്നെ മുണ്ടക്കൈ അതുപോലെ തന്നെ ചൂരൽമല പ്രദേശങ്ങളിലടക്കം ഈ പരിശോധന നടക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചാലിയാർ തീരങ്ങളിലും പരിശോധന നടത്തുവാനുള്ള ഇന്ന് ശക്തമായിട്ടുള്ള ഒരു പരിശോധന നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു സംഘം ഇന്ന് ഈ ഒരു പ്രദേശത്ത് എത്തുന്നുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയുവാനുള്ള ഒരു കാര്യം എന്നുള്ളത്. അത്തരത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു സംഘം ഇന്ന് സ്ഥലത്തെത്തുന്നു. 6 അംഗ സംഘമാണ് സ്ഥലത്തെത്തുക. ഇനി ഈ പ്രദേശത്ത് വാസയോഗ്യമാണോ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്ന ഇടമാണോ എന്നുള്ളത് പരിശോധിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സംഘം, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടേക്ക് എത്തുന്നത്. അത്തരത്തിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ജില്ലാ കളക്ടറെ ഇതുമായി ബന്ധപ്പെട്ട ഏകോപന ചുമതല ഏർപ്പെടുത്തിയിരുന്നു, അല്ലെങ്കിൽ ഏകോപന ചുമതല ജില്ലാ കളക്ടർ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 19-ാം തീയതി മറ്റൊരു വിദഗ്ധ സംഘം ഇവിടേക്ക് എത്തുന്നുണ്ട്. അടങ്ങുന്ന ഒരു സംഘം ഇത്തരത്തിൽ കൃത്യമായി പഠനം നടത്തുവാൻ കഴിയുന്ന ഒരു സംഘം ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. അവർ ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് പഠിക്കുകയും എന്താണ് ഈ ഒരു പ്രതിഭാസത്തിനുള്ള ഒരു കാരണം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിൽ ഇനി ജനവാസ യോഗ്യമാണോ എന്നതടക്കം പഠിക്കുവാൻ വേണ്ടി 19-ാം തീയതിയും ഒരു സംഘം ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനകത്ത് തന്നെയും ജനകീയ തെരച്ചിൽ ഇന്നും തുടരും. ഈ തെരച്ചിലിൽ ഈ ജനങ്ങളടക്കമുള്ളവർ അല്ലെങ്കിൽ ഈ പ്രദേശത്തടക്കമുള്ളവർ അടക്കം ഈ ഒരു തെരച്ചിലിൽ പങ്കുചേരുന്നുണ്ട്.
മാത്രമല്ല ജനപ്രതിനിധികൾ പങ്കുചേരുന്നുണ്ട്. ഈ ക്യാമ്പുകളിലുള്ളവർക്കടക്കം ഈ ഒരു തെരച്ചിലിൽ പങ്കുചേരാൻ കഴിയും. എന്നാൽ മാനസികമായി അധികം വിഷമതകൾ അനുഭവിക്കുന്നില്ല എങ്കിൽ, അത്തരത്തിൽ തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല എങ്കിൽ മാത്രം വരിക എന്നുള്ളതാണ് അവർക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. അത്തരത്തിൽ ക്യാമ്പുകളിൽ നിന്നടക്കം കഴിഞ്ഞ ദിവസം നിരവധി പേരാണ് ഈ തങ്ങളുടെ വീടുകളിലേക്ക്, അതായത് ഇത്തരത്തിൽ മണ്ണിനടിയിൽ കിടക്കുന്ന വീടുകളിലേക്ക് അവർ എത്തിയത്, രേഖകൾ പരിശോധിക്കുവാൻ വേണ്ടി എത്തിയത്, അല്ലെങ്കിൽ തങ്ങളുടെ വീടുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കുക. മാത്രമല്ല മറ്റുള്ള തങ്ങളുടെ ബന്ധുജനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അവരുടെ മൃതദേഹമെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. അർജുനിലേക്ക് തിരികെ എത്താം. സോണൽ കൃഷ്ണ ചേരുന്നുണ്ട്. സോണൽ, എന്താണ് അവിടെ നിന്ന് നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രദീപ്, പ്രധാനമായി ഇന്നും ചാലിയാറിൽ തെരച്ചിൽ നടക്കുന്നുണ്ട്. 5 സെക്ടറുകളായി തിരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. ഒന്നാമത്തെ സെക്ടറിൽ മാത്രം പുറത്തു നിന്നുള്ളവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല. അതിൽ ഔദ്യോഗികമായിട്ടുള്ളവർക്ക് മാത്രമേ കൃത്യമായി തെരച്ചിൽ നടത്താൻ കഴിയൂ. ഈ ഇരുട്ടുകുത്തി, മുണ്ടേരിയിലെ ഇരുട്ടുകുത്തി മുതൽ ഇങ്ങോട്ടേക്കാണ് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്തുക. അതുപോലെ തന്നെ നിലമ്പൂർ ഉൾക്കാടുകളിലും പരിശോധന നടത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെയും ഒരു മൃതദേഹം ചാലിയാറിൽ നിന്ന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ആ മൃതദേഹം ഇന്നലെ തന്നെ നിലമ്പൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം അത് വയനാട്ടിലേക്ക് കൊടുത്തയക്കും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. നിലവിൽ ചാലിയാറിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് 79 മൃതദേഹങ്ങളാണ്. അതിൽ 40 എണ്ണം ആണിന്റെയും 32 എണ്ണം സ്ത്രീയുടെയുമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 3 കുട്ടികളുടെയും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബോഡി പാർട്സായി ലഭിച്ചിട്ടുള്ളത് 166 എണ്ണമാണ് എന്നുള്ളൊരു കണക്ക് കൂടി ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടം പുറത്തുവിടുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നാളെയാണ് ചാലിയാറിൽ ജനകീയ തിരച്ചിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് എല്ലാ സംഘടനകളിൽ നിന്നും 15 പേരുൾപ്പെടുന്ന ഒരു സംഘം, വിവിധ രാഷ്ട്രീയ സംഘടന, അങ്ങനെ എല്ലാ സംഘടനകളിൽ നിന്നും 15 പേരുൾപ്പെടുന്ന ഒരു സംഘമായിരിക്കും ഇത്തരത്തിൽ തിരച്ചിലിന് വേണ്ടി തയ്യാറാവുക. അതിൽ പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ ഔദ്യോഗിക സംവിധാനങ്ങളും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇവരുടെ ബന്ധുക്കൾക്ക് കൂടി ഇതിൽ തെരച്ചിലിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം നാളെ നൽകുന്നുണ്ട്. മുണ്ടേരിയിലെ ഇരുട്ടുകുത്തി മുതൽ ഇങ്ങോട്ടേക്കാണ് കൃത്യമായിട്ടുള്ള ഒരു തെരച്ചിലുണ്ടാവുക എന്നും ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. പ്രദീപ്, ശരി. സോണൽ കൃഷ്ണയാണ് ചാലിയാർ തീരത്തെ അല്ലെങ്കിൽ ചാലിയാർ പുഴയിലെ അടക്കമുള്ള തിരച്ചിലിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി അതെ, വയനാട്ടിലെ ഓരോ പുൽത്തകിടിന് പോലും പറയാനുള്ളത് ദുരന്തത്തിൻ്റെ കഥകൾ മാത്രമാണ്. അവിടെ ചിതറിക്കിടക്കുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ പേനകൾ, കുട്ടികളുടെ മറ്റു ഉപകരണങ്ങൾ, ഇതെല്ലാം കാണുമ്പോൾ വലിയൊരു വിഷമം മനസ്സിലുണ്ടെങ്കിൽ പോലും ആ ഓരോ വസ്തുവിന് പിന്നിലും ഓരോ കഥയുണ്ട് എന്നതാണ് പറയേണ്ടത്. അത് അത്തരത്തിലൊരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. തകർന്ന ഇല്ലാതായ വീട്ടിലേക്ക് ഉപ്പയെ തേടിയെത്തുന്ന മകൻ, ഉറ്റവർക്കൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന വീട്, അവിടെ അവശേഷിക്കുന്നത് വെറും മൺകൂന മാത്രം. മുണ്ടക്കയിലെ മുറിവേൽപ്പിക്കുന്ന ഒരു കാഴ്ചയിലേക്ക്. ഉരുളെടുത്ത മുണ്ടക്കയിൽ ഓരോ ദിവസവും ഇസഹാക്കെത്തും. അന്ന് എല്ലാവരും ഉറങ്ങിക്കിടന്ന സമയം. ഭീകര ശബ്ദത്തോടെ ഉരുളുപൊട്ടിയപ്പോൾ അമ്മ റാബിയയും ഇസഹാക്കും സുഹൈലും ഷഹലയും രക്ഷപ്പെട്ടു. എന്നാൽ ഇസഹാക്കിന്റെ സഹോദരൻ സിനാന്റെ ചേതനയേറ്റ ശരീരമാണ് വീടിരുന്ന സ്ഥലത്തു നിന്നും പിന്നീട് ലഭിച്ചത്. ഉപ്പ നാസറിനെ ഇതുവരെയും കണ്ടുകിട്ടിയില്ല. നാസറിന്റെ സഹോദരൻ അയ്യൂബും ഇസഹാക്കും മറ്റ് ബന്ധുക്കളും ചേർന്ന് വീണ്ടും അവിടെ എത്തി. ചില അവശേഷിപ്പുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സഹോദരന്റെ ഷർട്ട് കണ്ട ഇസഹാക്ക് അതെടുത്തു. ആരൊക്കെയോ ചേർന്ന് രക്ഷപ്പെടുത്തിയ ഇസഹാക്ക് ആ ദിവസത്തെ ഓർമ്മകൾ പറഞ്ഞു. രക്ഷപ്പെടുത്തിയിട്ട് ചൂരമലിന് ഹെലികോപ്റ്റർ വഴിയാണ് കൊണ്ടായത്. ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിക്ക് അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. പിന്നെ അവിടുന്ന് മെഡിക്കൽ കോളേജിക്ക് മാറ്റി. അവിടുന്ന് 4 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി. കാക്കി ഉണ്ടായിരുന്നു കൂടെ, വലിയേട്ടൻ. പിന്നെ അവിടുത്തെ നരിക്കുനീത്തെ ആൾക്കാർ കൂടിയിട്ടൊരു വീട് ശരിയാക്കി തന്നു അവിടെ. അയ്യൂബിന്റെ കണ്ണുകളിൽ സഹോദരൻ നാസറിന്റെ ഓർമ്മകൾ തുടിക്കുകയാണ്. ഇവിടെ നാസറും നാസറിൻ്റെ ഫാമിലി, പിന്നെ നാസറിൻ്റെ ഭാര്യൻ്റെ അനിയത്തിയും മക്കളും, അവരുടെ അനിയത്തിൻ്റെ മോനും പോയി, വാപ്പിയും പോയി. പിന്നെ അനിയൻ്റെ മോനെ കിട്ടിയിരുന്നു. ഓരോ ദിനവും കടന്നുപോയി. ആ ഇരുനില കെട്ടിടം ഇന്ന് അവിടെയില്ല. സമീപത്തെ വീടുകളും ഉരുളെടുത്തിരിക്കുന്നു. വിങ്ങിപ്പൊട്ടിയ മുഖമോടെ അവർ വീണ്ടും പ്രിയപ്പെട്ട നാസറിനെ തിരയുകയാണ്. ജനം, വയനാട്. ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും തേയില ചെടികൾ തളർന്നു. പക്ഷേ
തോട്ടം തൊഴിലാളികൾ നിരവധിയുണ്ടായിരുന്ന പ്രദേശത്ത് ബാക്കിയുള്ളത് തകർന്ന പാടികളും അടഞ്ഞുകിടക്കുന്ന ഫാക്ടറികളുമാണ്. ജീവൻ പൊലിഞ്ഞവരുടെ ഓർമ്മയിൽ തേങ്ങി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് അവശേഷിക്കുന്നവർ. ഏക്കർ കണക്കിന് തേയിലത്തോട്ടങ്ങൾ. ഈ തേയിലച്ചെടികളുടെ ഇലകൾ നുള്ളി ജീവിച്ചവരിൽ പലരും ഇന്ന് ജീവനോടെയില്ല. തളിരിട്ട് നിൽക്കുന്ന ഈ ചെടികൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. ഈ തോട്ടങ്ങളും ഫാക്ടറികളുമൊക്കെയായിരുന്നു ഇവിടെയുള്ള തൊഴിലാളികളുടെ ഉപജീവനമാർഗം. ഇന്ന് ആ സൈറൺ മുഴങ്ങുന്ന ശബ്ദം ഇവിടെയില്ല. പല ദേശങ്ങളിൽ നിന്നായെത്തി ഒരുമിച്ച് ഒരു കുടുംബം പോലെ പാടികളിൽ കഴിഞ്ഞിരുന്നവർ ഈ പാടികൾ ഇന്ന് അനാഥമാണ്. വർഷങ്ങളായി മക്കളും ചെറുമക്കളുമൊക്കെയായി ഇവിടെ കഴിഞ്ഞിരുന്നവരുണ്ട്. അവരിൽ പലരും ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. അവരുടെ കണ്ണുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തേടുകയാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ അപ്പുറം ജോലി ചെയ്യുന്നത് ഇവരെ വീടിൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എല്ലാവരും പോയിട്ടുണ്ട്. ആരും പോയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് തീർച്ചപ്പെടുത്താൻ പറ്റില്ല. തൊഴിലാളികളാണ് എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നതൊക്കെ തൊഴിലാളികളാണ്. 2-3 ആൾ ചുറ്റും ഉള്ളത് അവരൊക്കെ പോയിട്ടുണ്ട്. അവരൊക്കെ ഞങ്ങൾ വീടിൻ്റെ അടുത്താണ്. പിന്നെ സ്കൂളിൻ്റെ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ എസ്റ്റേറ്റ് ജോലിക്കാരാണ് ആ ഭാഗത്തുനിന്ന് പോയിട്ടുള്ളത്. നമ്മളിൽ ചിലരെങ്കിലും കുടിക്കുന്ന ചായയുടെ രുചിയിൽ ഇവിടെ ജീവൻ പൊലിഞ്ഞവരുടെ ഓർമ്മകളുണ്ടാകാം. ഈ തളിരിട്ടു നിൽക്കുന്ന ഓരോ ഇലകളും അവരെ ഇങ്ങോട്ടേക്ക് മാടി വിളിക്കുന്നുണ്ടാകാം. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം എം മനോജ്, ജനം, വയനാട്. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഇതുവരെയുള്ള പ്രധാന തലക്കെട്ടുകൾ ഒന്ന് നോക്കി. ശബരിമലയിൽ നിറപുത്തരി. കാർഷിക സമൃദ്ധിക്കായി നെൽക്കതിരുകൾ സമർപ്പിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ചടങ്ങ്. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ വിമർശിച്ച് തസ്ലിമ നസ്രീൻ. സർക്കാർ മതേതരമല്ല. ഖുർആൻ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്താൽ എങ്ങനെ മതേതര സർക്കാരാകുമെന്നും തസ്ലിമ. വയനാട് ദുരന്തം പഠിക്കാൻ UN സഹായം തേടാൻ സംസ്ഥാന സർക്കാർ. മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. നീക്കം കേന്ദ്ര മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് കേന്ദ്ര ഇന്റലിജൻസ്. ജനം ബ്രേക്കിംഗ്.
വയനാട്ടിൽ ജനകീയ തിരച്ചിൽ തുടരും. ഇനിയും കണ്ടെത്താൻ 126 മൃതദേഹം. വിദഗ്ധ സംഘം കോഴിക്കോട് വിലങ്ങാടെത്തും. സംസ്ഥാനത്ത് വീണ്ടും അതിതീവ്ര മഴ വരുന്നു. പാരീസ് ഒളിമ്പിക്സിന് വർണ്ണാഭ കൊടിയിറക്കം. ആഘോഷരാവിന് മാറ്റുകൂട്ടി കലാവിരുന്ന്. ഇന്ത്യൻ പതാകയേന്തി ശ്രീജേഷും മനു ഭാക്കറും. അടുത്ത ഒളിമ്പിക്സിന് പതാക ഏറ്റുവാങ്ങി ലോസ് ഏഞ്ചൽസ്. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ വാഹനാപകടം. 5 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. 2 പേരുടെ നില ഗുരുതരം. അപകടം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങവേ കാറും ട്രക്കും കൂട്ടിയിടിച്ച്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സമിതികളിൽ പതിവായി ഒരാൾ. 8 വർഷമായി ഒരേ വിദഗ്ധനെ നിയമിക്കുന്നുവെന്ന രേഖകൾ. ഒരേ സമയം വ്യത്യസ്ത തസ്തികകളിൽ ലക്ഷങ്ങൾ ശമ്പളം. ജനം എക്സ്ക്ലൂസീവ്. വാർത്തകളോട് ധാരാളം പ്രതികരണങ്ങൾ വരുന്നുണ്ട്, കമന്റ്സ് വരുന്നുണ്ട്. ഗണേഷ് ജിയെ പതിവ് പോലെ മറന്നുപോയി. അതുകൊണ്ട് ഗണേഷ് കുമാർജിയുടെ പരാതിയും വരുന്നുണ്ട്. അജിത് ഭാസ്കർ ദി നന്ദി, രാജേഷ് പി നന്ദി, എല്ലാം കാണുന്നുണ്ട്. ഗിരിജ ശശിലാൽ, നമ്മളിങ്ങനെ തുടരെ വാർത്തകളിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാം കാണുന്നുണ്ട്. നമുക്കിനി ബംഗ്ലാദേശിലേക്ക് പോകണം. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ വിമർശിച്ചിരിക്കുകയാണ് തസ്ലിമ നസ്രീൻ. ഇടക്കാല സർക്കാർ മതേതര സർക്കാരല്ല. ഖുർആൻ ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്താൽ എങ്ങനെ മതേതര സർക്കാരാകുമെന്നും തസ്ലിമ നസ്രീൻ ചോദിച്ചു. ഗൗതമുണ്ട് വിവരങ്ങളുമായി. ഗൗതം, ഒരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് തസ്ലിമ നസ്രീൻ. മതേതരമായി അഭിനയിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്ക് നേരെ നടന്ന ആക്രമണം. അതുപോലെ തന്നെയാണ് ഇന്നലെ മുഹമ്മദ് യൂനുസിന്റെ, പ്രധാനമന്ത്രിയുടെ പദവിയുള്ള ഉപദേഷ്ടാവിന്റെ തുറന്നു പറച്ചിൽ. ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന്. അത്രയും ആർജവം പോലും ഭാരതത്തിലെ രാഷ്ട്രീയ നേതാക്കളോ പല മാധ്യമങ്ങളോ കാണിച്ചില്ല. തസ്ലിമ നസ്രീൻ തുറന്നു പറയുകയാണ്, ഖുർആൻ ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ആ സർക്കാരിനെ മതേതരം എന്ന് വിളിക്കരുതേ എന്ന്. ഗൗതം, നമസ്തേ. പ്രദീപ് പിള്ള, നമസ്തേ. എന്തായാലും ഈ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ നടന്ന, മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ എഴുത്തുകാരിയായിട്ടുള്ള തസ്ലീമ നസ്രീൻ്റെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയെപ്പറ്റി, അവർക്ക് നേരെ ഉയരുന്ന ഭരണകൂടത്തിൻ്റെ ഭീകരത അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ഭീകരത, ആ വിഷയത്തിൽ ഏറ്റവും പ്രതികരിക്കാൻ ഏറ്റവും ഉചിതയായ വ്യക്തി തന്നെ തസ്ലീമ നസ്രീനാണ്. കാരണം ആ നാട്ടിൽ എങ്ങനെയാണ് ഹിന്ദു ജനസംഖ്യ കുറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഹിന്ദു സ്ത്രീകൾ എത്രത്തോളം പീഡിപ്പിക്കപ്പെടുന്നു, ഇക്കാര്യങ്ങളൊക്കെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ ഒരു എഴുത്തുകാരിയാണ് തസ്ലീമ നസ്രീൻ. അതിൻ്റെ ഭാഗമായി അവിടുത്തെ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഭീഷണിയെ തുടർന്ന് തസ്ലീമ നസ്രീന് ഭാരതത്തിലും അതോടൊപ്പം തന്നെ ഫ്രാൻസ് പോലുള്ള ചില രാജ്യങ്ങളിലുമായി മാറി മാറി ജീവിക്കേണ്ട അവസ്ഥയാണ്. തിരികെ ബംഗ്ലാദേശിലേക്ക് പോകാൻ പോലും അവർക്ക് കഴിയുന്നില്ല. എന്തായാലും ഇപ്പോഴത്തെ പുതിയ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടാണ് തസ്ലീമ നസ്രീൻ രംഗത്ത് എത്തിയിരിക്കുന്നത്. എക്സിലാണ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത് പുതിയ സർക്കാർ ഒരു മതേതര സ്വഭാവമുള്ള സർക്കാരെ അല്ല എന്നതാണ്. ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അധികാരത്തിലേറുന്ന ഒരു സർക്കാരിന് എങ്ങനെയാണ് മതേതര സ്വഭാവം ഉണ്ടാകുക എന്ന ചോദ്യമാണ് തസ്ലീമ നസ്രീൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അതായത് അതിലൂടെ തസ്ലീമ ഉദ്ദേശിക്കുന്നത് ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെ അവർ ഓർമ്മപ്പെടുത്തുകയാണ്. തസ്ലീമ പല ഘട്ടങ്ങളിലും ചൂണ്ടിക്കാണിക്കുന്നത് ഖുർആൻ അത് മറ്റു മതങ്ങളെ അംഗീകരിക്കുന്നില്ല, പ്രത്യേകിച്ച് വിഗ്രഹാരാധനയെ ഉൾപ്പെടെ എതിർക്കുന്ന ഒരു മതവിഭാഗമാണ്. അല്ലെങ്കിൽ ഖുർആനിൽ കാഫിറുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് വിഗ്രഹങ്ങളെയും മറ്റും ആരാധിക്കുന്നവരെയാണ്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെയാണ് തസ്ലീമ നസ്രീൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ മതേതരമല്ലാത്ത ഒരു ഗ്രന്ഥം, അല്ലെങ്കിൽ മറ്റ് മതവിഭാഗങ്ങളെ വെറുക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു ഗ്രന്ഥം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു സർക്കാരിന്, ഒരു മതേതര സർക്കാരിന് അധികാരത്തിലേറാൻ കഴിയുന്നത് എന്നാണ് തസ്ലീമ നസ്രീൻ എക്സിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇന്നലെ ഈ ഇടക്കാല സർക്കാരിൻ്റെ തലവനായിട്ടുള്ള നോബൽ ജേതാവൊക്കെ ആയിട്ടുള്ള മുഹമ്മദ് യൂനിസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വന്നത് വളരെ ശ്രദ്ധേയമായിരുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളെ താൻ അതിശക്തമായി അപലപിക്കുന്നുവെന്നും ഇനിയും ഇത്തരം അക്രമ സംഭവങ്ങൾ ഉണ്ടാകരുത് എന്ന പ്രതികരണമാണ് മുഹമ്മദ് യൂനിസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇതോടുകൂടി വെട്ടിലായത് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അണികളും അതോടൊപ്പം തന്നെ അതിൻ്റെ നേതാക്കന്മാരും കേരളത്തിലെ ഇടത് സംഘടനകളുമാണ്. കാരണം ഇവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയോ ക്രിസ്ത്യൻ അടങ്ങുന്ന മറ്റ് മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയോ ഒരു തരത്തിലുമുള്ള അക്രമ സംഭവങ്ങൾ ആ രാജ്യത്തില്ല, ഇത് കേവലം വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ അടിച്ചുവിടുന്ന വാർത്തയാണ് എന്ന പ്രചരണമാണ്
സമരമാണ് ജമാഅത്തെ ഇസ്ലാമിയും മറ്റും കേരളത്തിൽ നടത്തിയത്. ഇടതുപക്ഷക്കാർ അത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബംഗ്ലാദേശിന്റെ ഇടക്കാല ഭരണാധികാരി തന്നെ കഴിഞ്ഞ ദിവസം കുറ്റസമ്മതം നടത്തുകയാണ്. തങ്ങളുടെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന് മുഹമ്മദ് യൂനിസ് തന്നെ പറയുന്നു. മാത്രമല്ല ഇനിയെങ്കിലും ഇത്തരം അക്രമങ്ങൾ നടത്താതിരിക്കാൻ ശ്രമിക്കണമെന്നും അന്താരാഷ്ട്ര സമൂഹം ഇവിടെ ഹിന്ദുക്കൾക്ക് നേരെയും മറ്റും നടക്കുന്ന അക്രമങ്ങളെപ്പറ്റി ശ്രദ്ധിക്കുന്നുണ്ട് എന്നും യൂനിസ് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്നത് ആ രാജ്യത്ത് കലാപം കൃത്യമായി നടന്നുവെന്ന് അവിടുത്തെ ഭരണകൂടം തന്നെ ഒരു കുറ്റസമ്മതം നടത്തുന്നു, തുറന്ന് സമ്മതിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴും നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ അത് അംഗീകരിക്കുന്നില്ല എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത്. ഗൗതം, കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാം അതോടൊപ്പം തന്നെ ഇടത് സംഘടനകൾക്ക് എല്ലാം അതീതമായി തന്നെ ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാക്കൾ അവരുടെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയുണ്ട്. ഗാസയിലെ മുസ്ലിം വിഭാഗത്തോട് വലിയൊരു നീതി കാണിക്കണമെന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നവർ തന്നെ ബംഗ്ലാദേശിൽ അപമാനിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുന്ന ഹിന്ദുക്കളെ കാണുന്നില്ല. അല്ലെങ്കിൽ അവരുടെ കാര്യം പറയുമ്പോൾ മാത്രം നിശബ്ദത പാലിക്കുന്ന പ്രതിപക്ഷ നേതാക്കൾക്ക് കൂടിയുള്ള വലിയൊരു പ്രഹരം തന്നെയല്ലേ ഈ തസ്ലിമ നസ്രീൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ പ്രതികരണം? ദേവിക, അങ്ങനെയാണ്. അതായത് തസ്ലീമ നസ്രീൻ ഇക്കാര്യങ്ങൾ പല കാലഘട്ടങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ലജ്ജ എന്ന ആ നോവലിലൂടെയാണ് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സാധാരണ ഹിന്ദുവിൻ്റെ ബംഗ്ലാദേശിലെ ജീവിതം അത് എത്രത്തോളം ദുരിതപൂർണമാണ് എന്ന് വിശദീകരിക്കുന്നതാണ് ലജ്ജ എന്ന പുസ്തകം തന്നെ. അതിനെ തുടർന്നാണ് അവർക്ക് ആ നാട് വിട്ട് പിന്നീട് നമ്മുടെ രാജ്യത്തും മറ്റ് ചില വിദേശ രാജ്യങ്ങളിലുമായിട്ടാണ് ഇപ്പോൾ തസ്ലീമ നസ്രീൻ തൻ്റെ ബാക്കിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം ദേവിക സൂചിപ്പിച്ചതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, BJP ഒഴികെയുള്ള മറ്റു പാർട്ടികൾ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള മൗനമാണ് വളരെ എടുത്തു കാണേണ്ടത്. പക്ഷേ അത് ആദ്യത്തെ സംഭവമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കത്തില്ല. കാരണം ഹിന്ദു സമൂഹത്തിന് നേരെ നടക്കുന്ന അക്രമങ്ങളിൽ ഒരു തരത്തിലുമുള്ള പ്രതികരണം ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടാകാറില്ല. നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ കാര്യമാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഹിന്ദുക്കൾ അഭയാർത്ഥികളായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് ജമ്മു കാശ്മീരിലെ കശ്മീരി പണ്ഡിറ്റുകളുടെ ചരിത്രം. 1987-നും 1990-നും ഇടയിൽ കശ്മീർ താഴ്വരയിൽ നിന്നും 7 ലക്ഷത്തോളം ഹിന്ദുക്കളാണ് ഇസ്ലാമിക മതമൗലികവാദികളുടെ അക്രമം ഭയന്ന് ഭാരതത്തിൻ്റെ പല ഭാഗത്തേക്ക് അഭയാർത്ഥികളായത്. അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഒരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യത്ത് ഹിന്ദുക്കൾ തന്നെ അഭയാർത്ഥികളാകുന്നു എന്ന വളരെ വിചിത്രമായ, ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാകില്ല. ഒരു ഭൂരിപക്ഷമായ മതം അവർക്ക് ഭൂരിപക്ഷമുള്ള രാജ്യത്ത് അവർ അഭയാർത്ഥികളാവുകയാണ്. അപ്പോൾ വളരെ വിചിത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചരിത്രമാണ് കശ്മീരി പണ്ഡിറ്റുകൾക്കുള്ളത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, കശ്മീരി പണ്ഡിറ്റുകളെ പറ്റി ഒരക്ഷരം പോലും കോൺഗ്രസ് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇടത് സംഘടനകളാകട്ടെ സാംസ്കാരിക പ്രവർത്തകരാകട്ടെ അവർ സംസാരിക്കാറില്ല. കാരണം അവർ അക്രമത്തിന് ഇരകളാക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ആ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് തീവ്ര ഇസ്ലാമിക സംഘടനകളാണ്. അവരെ പിണക്കുന്ന ഒരു തരത്തിലുമുള്ള പ്രസ്താവനയോ നീക്കങ്ങളോ രാജ്യത്തെ പല പാർട്ടികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകാറില്ല. അപ്പോൾ കശ്മീരി പണ്ഡിറ്റുകൾക്ക് വേണ്ടി സംസാരിക്കാത്ത ഒരു വിഭാഗം നേതാക്കൾ അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തകർ അവർ ബംഗ്ലാദേശിന് വേണ്ടി സംസാരിക്കും എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുക തന്നെ പാടില്ല. എന്തായാലും അതിനെതിരെ വലിയ പ്രതിഷേധം ഈ രാജ്യത്തെ ഹിന്ദു സമൂഹത്തിനിടയിൽ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഇന്നലെയും UP-യിലെ മധുരയിലും മറ്റും വലിയ പ്രകടനം ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നു. ഈ 16-ാം തീയതി ഓഗസ്റ്റ് 15-ന് ശേഷമുള്ള ദിവസം നമുക്ക് ലഭ്യമാകുന്ന വിവരം ഡൽഹിയിൽ ഹൈന്ദവ സംഘടനകളുടെ ഒരു വലിയ പ്രതിഷേധം നടക്കുന്നു എന്നുള്ളതാണ്. ദേവി, ശരി ഗൗതം, തീർച്ചയായിട്ടും ഹിന്ദു സംഘടനകളാണല്ലോ പലപ്പോഴും സഹിഷ്ണുതയുടെ പേരിൽ പരസ്യ പ്രതിഷേധങ്ങൾക്ക് അല്ലെങ്കിൽ തീവ്ര നിലപാടുകളിൽ നിന്നൊക്കെ ഒരുപക്ഷെ പിന്നോട്ട് നിൽക്കുന്നത്. അതൊരു ദൗർബല്യമായി ചിലരെങ്കിലും കാണുന്നതാണ് പ്രശ്നം എന്ന് വേണം കരുതാൻ. എന്തായാലും ഈ സർക്കാർ അട്ടിമറിക്കപ്പെട്ടത് എങ്ങനെ, രാഷ്ട്രത്തിന്റെ ഭരണാധിപ നാടുവിടേണ്ടി വന്നത് എങ്ങനെ, അതിനവർ പലതും പറയുന്നുണ്ട്. US-ന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയിരുന്നുവെങ്കിൽ തനിക്ക് ഇപ്പോഴും അധികാരത്തിൽ തുടരാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച ഭാരതത്തിന്റെ അന്വേഷണം അത് പുരോഗമിക്കുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഇതടക്കമുള്ള സൂചനകൾ പ്രേക്ഷകർ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. രാജധാനി ഉമാശങ്കറിന്റെ കമന്റ് വന്നു, ജന TV മറ്റ് ചാനലുകൾ കാണിക്കാത്ത ബംഗ്ലാദേശ് വിശദാംശങ്ങൾ, വാർത്തകൾ കൂടുതൽ കാണിക്കണമെന്ന്. തീർച്ചയായിട്ടും അതിനുള്ള ആർജവം ജന TV മുമ്പ് തന്നെ കാണിച്ചിട്ടുണ്ട്, തുടർന്നും അങ്ങനെ തന്നെ ഉണ്ടാവും. ഗൗതം, അപ്പോൾ പുതിയ ഡെവലപ്മെന്റ്സ്, പുതിയ അപ്ഡേറ്റ്സുമായി തുടർന്നുള്ള മണിക്കൂറുകളിൽ കാണാം. നന്ദി. ഇനി വയനാട്ടിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടത്. ഒരു ദേശത്തെ മുഴുവൻ ഉരുൾ വിഴുങ്ങിയപ്പോൾ സർവ്വതിനും സാക്ഷിയായി ഒരു ആൽമരം. പുഞ്ചിരിമട്ടവും മുണ്ടക്കൈയും ഒന്നാകെ ഒലിഞ്ഞുപോയ വേദനകൾ പേറി നിൽപ്പാണത്. ഒരു ഓർമ്മപ്പെടുത്തലിന്റെ കാഴ്ചയായി
തലയെടുപ്പോടെ. എല്ലാത്തിനും മൂകസാക്ഷിയാണ് ഞാൻ. ഉരുൾപൊട്ടി ഒലിച്ചു വന്നവരെ കണ്ടത് ഞാനാണ്. കല്ലും ചെളിയും വലിയ പാറക്കൂട്ടങ്ങളും തകർത്തത് ഓരോ സ്വപ്നങ്ങൾ കൂടിയാണ്. എനിക്ക് മുൻപിൽ നിന്ന അമ്പലമടക്കം നിരവധി പേരുടെ ജീവനുകൾ ഉരുൾ കവർന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. പുഞ്ചിരിമട്ടത്തു നിന്നും കേട്ട ആ ഭീകര ശബ്ദം ഇന്നും എൻ്റെ ഇലകളെ വിറകൊള്ളിക്കുകയാണ്. രണ്ടാമതും ഉരുൾപൊട്ടി കുത്തിയൊലിച്ചു വന്ന മലവെള്ളം മുണ്ടക്കൈയെയും ചൂരൽമലയെയും അപ്പാടെ മിഴുങ്ങി. പലരുടെയും നിലവിളികൾ ഇന്നും എന്നെ ഭയപ്പെടുത്തുന്നു. മണ്ണിനടിയിലേക്ക് വേരൂന്നി നിന്നതുകൊണ്ടാകാം ഞാൻ മാത്രം ബാക്കിയായി. ആൽമരത്തിന്റെ കഥയുടെ ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം അർജുൻ PS, ജനം, വയനാട്. ഉരുൾപൊട്ടൽ നാശം വിതച്ച കോഴിക്കോട് വിലങ്ങാട് വിദഗ്ധ സംഘം ഇന്ന് സന്ദർശിക്കും. ജിയോളജിസ്റ്റ്, ഹൈഡ്രോളജിസ്റ്റ്, സോയിൽ കൺസർവേഷനിസ്റ്റ്, ഹസാർഡ് അനലിസ്റ്റ് എന്നിവരടങ്ങുന്ന 4-അംഗ സംഘമാണ് സന്ദർശിക്കുക. മേഖലയിലെ ഉരുൾപൊട്ടൽ സാധ്യതാ കേന്ദ്രങ്ങൾ പരിശോധിച്ച ശേഷം പുനരധിവാസം സംബന്ധിച്ച റിപ്പോർട്ട് നൽകും. വിവരങ്ങളുമായി ഗോകുൽ ചേരുകയാണ്. ഗോകുൽ, ഈ പഠന റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലേ ഇനി കൂടുതൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുന്നോട്ട് നീക്കുക? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിലെ ഉരുൾപൊട്ടൽ വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ പ്രാഥമിക പഠനങ്ങളും വിലയിരുത്തലുകളൊക്കെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ഓൺലൈൻ യോഗം കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറേറ്റിൽ നടക്കുകയുണ്ടായി. മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ചില പ്രാഥമിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ 112ഓളം വീടുകൾ അവിടെ വാസയോഗ്യമല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ പ്രദേശ ഉരുൾപൊട്ടൽ സാധ്യതകളെയൊക്കെ വിലയിരുത്താനും അതിന്റെ പഠനങ്ങൾക്കുമായി ബന്ധപ്പെട്ട് 4 വകുപ്പുകളിൽപ്പെട്ട ഉദ്യോഗസ്ഥർ, ജില്ലയിൽ നിന്നുള്ള 4 വകുപ്പുകളിൽപ്പെട്ട ഉദ്യോഗസ്ഥരായിരിക്കും അവിടെ സന്ദർശനം നടത്തുക. സ്വാഭാവികമായിട്ടും ആ സന്ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പഠന റിപ്പോർട്ടുകൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടുത്തെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ തീരുമാനിക്കുക. കാരണം കഴിഞ്ഞ ദിവസം നടത്തിയ ചില പ്രാഥമിക വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ റിപ്പോർട്ടുകളുടെ വിവരങ്ങൾ പറയുകയാണെങ്കിൽ ആ പ്രദേശത്ത് 100ഓളം ഉരുൾപൊട്ടൽ കേന്ദ്രങ്ങൾ, പ്രഭവ കേന്ദ്രങ്ങൾ 100-ലധികം ഉണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം നടത്തിയ ചില പരിശോധനകളുടെ ഫലങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള ചില പരിശോധനകളൊക്കെ ആ പ്രദേശങ്ങളിൽ നിന്ന് നടത്തിയിരുന്നു. ആ പരിശോധനയിലാണ് 100 പ്രഭവ കേന്ദ്രങ്ങൾ, ഉരുൾപൊട്ടലിന്റെ 100 പ്രഭവ കേന്ദ്രങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് മനസ്സിലായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അവിടെ തന്നെ ആ പ്രദേശത്ത് തന്നെ ആളുകളെ മാറ്റി താമസിപ്പിക്കുകയാണെങ്കിൽ വരുംകാല ജീവിതം എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച വിലയിരുത്തലുകളൊക്കെ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ജില്ലയിൽ നിന്നുള്ള ജിയോളജിസ്റ്റ്, ഹൈഡ്രോളജിസ്റ്റ്, സോയിൽ കൺസർവേഷനിസ്റ്റ്, ഹസാർഡ് അനലിസ്റ്റ് തുടങ്ങിയ ആളുകളുടെ സംഘാംഗങ്ങൾ പ്രദേശത്ത് പഠനം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് ഓഗസ്റ്റ് 17-ന് മുമ്പ് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കണമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം നടത്തിയ ഓൺലൈൻ യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പരിശോധനകളൊക്കെ നടക്കുന്നുണ്ടാവും. പ്രദേശത്തെ മണ്ണ്, ജലം, അതിന്റെ നീരുറവകൾ, മണ്ണൊലിപ്പ് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തും. ഈ 100-ലധികം പ്രഭവ കേന്ദ്രങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തലാണ്, അല്ലെങ്കിൽ വിലയിരുത്തലാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രദേശത്ത് വീണ്ടും പുനരധിവസിപ്പിക്കുകയാണെങ്കിൽ വരുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ ഈ മഴയോ
മഴയൊക്കെ ശക്തമാകുന്ന വർഷങ്ങൾക്ക് ശേഷം എന്തൊക്കെ സംഭവിക്കാം എന്നതിനെ സംബന്ധിച്ച പഠനങ്ങളൊക്കെ നടത്തേണ്ടതായിട്ട് വരും. അതിൻ്റെ വിലയിരുത്തലൊക്കെ നടത്തേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള പ്രദേശം വാസയോഗ്യമാണോ എന്ന കാര്യങ്ങളൊക്കെ വിലയിരുത്തേണ്ടതായിട്ട് വരും. 112ഓളം വീടുകൾ ഭാഗികമായി നശിച്ചു. 14ഓളം വീടുകൾ ഒഴുകിപ്പോയിട്ടുണ്ട്. 4 കിലോമീറ്ററിലധികം നീളത്തിൽ PWD റോഡ് ഉൾപ്പെടെയുള്ളവ തടഞ്ഞിട്ടുണ്ട്. 4 പഞ്ചായത്തുകളിലെ പുഴകളിൽ ടൺ കണക്കിന് മരങ്ങളും കല്ലുകളും ഒക്കെ നിറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വലിയ വ്യാപ്തിയിലുള്ള ഉരുൾപൊട്ടലാണ് അവിടെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ മാസം 30-ാം തീയതി പുലർച്ചെ വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായ അതേ ദിവസം തന്നെയായിരുന്നു വിലങ്ങാടും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളും അല്ലെങ്കിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനവും യോഗങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു 4-അംഗ വിദഗ്ധ സമിതിയാണ് ഇന്ന് പ്രദേശത്ത് പഠനം നടത്തുന്നത്. ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 17-നായിരിക്കും ജില്ലാ കളക്ടർ അന്തിമമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ആ പ്രദേശത്ത് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ നൽകുക. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പുനരധിവാസവും പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. ഗൂഗിളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി പാരീസിലേക്ക് പോകേണ്ടതുണ്ട്. സലാം പാരീസ്. ലോക കായിക മാമാങ്കത്തിന് വർണ്ണാഭമായ കൊടിയിറക്കം പാരീസിലെ സ്റ്റാഡ് ദ ഫ്രാൻസ് സ്റ്റേഡിയത്തിലായിരുന്നു സമാപന ചടങ്ങ്. കായിക താരങ്ങളുടെ പരേഡിൽ മനു ഭാക്കറും ശ്രീജേഷും ഇന്ത്യൻ പതാക വഹിച്ചു. പരേഡിന് ശേഷം ഒളിമ്പിക് പതാക കൈമാറൽ ചടങ്ങ് നടന്നു. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന ലോസ് ഏഞ്ചൽസ് നഗരത്തിന്റെ മേയർ കരൺ ബാസിന് പാരീസ് മേയർ ആനി ഹിഡാൽക്കോ പതാക കൈമാറി. ഹോളിവുഡ് താരം ടോം ക്രൂസ്, ബെൽജിയൻ ഗായിക ആഞ്ചലെ, അമേരിക്കൻ റോക്ക് സംഗീത ബാൻഡായ റെഡ് ഹോട്ട് ചില്ലി പെപ്പർ തുടങ്ങിയവരുടെ കലാപരിപാടികളും ആഘോഷരാവിന് മാറ്റുകൂട്ടി. 3 മണിക്കൂർ നീണ്ടുനിന്ന സമാപന ചടങ്ങിന് 80,000-ഓളം പേരാണ് സാക്ഷിയായത്. കായിക ലോകത്ത് ആവേശത്തിന്റെ ഉത്സവ കാഴ്ചകൾ തീർത്ത പാരീസ് ഒളിമ്പിക്സിന് കൊടിയിറങ്ങിയപ്പോൾ 6 മെഡലുകളുമായാണ് ഇന്ത്യൻ സംഘം മടങ്ങിയത്. 1 വെള്ളിയും 5 വെങ്കലവും അടങ്ങുന്നതാണ് ഇന്ത്യയുടെ നേട്ടം. ഹോക്കിയിൽ വെങ്കലമണിഞ്ഞ ശ്രീജേഷ് മലയാളികൾക്ക് അഭിമാനമായി. പാരീസിലും ഇന്ത്യൻ പോരാട്ടം വെറുതെയായില്ല. 1 വെള്ളിയും 5 വെങ്കലവും അടക്കം 6 മെഡലുകളാണ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ നേട്ടം. നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ വെള്ളി നേടിയതാണ് ഏക വെള്ളി മെഡൽ നേട്ടം. 3 വെങ്കല മെഡലുകൾ ഷൂട്ടിങ്ങിൽ നിന്ന് നേടിയപ്പോൾ ഗുസ്തിയിൽ നിന്നും ഹോക്കിയിൽ നിന്നും ഓരോ വെങ്കലം നേടാനായി. മനു ഭാക്കറാണ് പാരീസിൽ ഇന്ത്യക്കായി മെഡൽ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഭാക്കർ വെങ്കലം സ്വന്തമാക്കി. പിന്നാലെ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ഇനത്തിൽ മനു ഭാക്കർ സർബ്ജോത് സിംഗ് സഖ്യം വെങ്കലം നേടി. ഷൂട്ടിങ്ങിൽ 3ാമത്തെ മെഡൽ നേടിയത് സ്വപ്നിൽ കുശാലയാണ്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിലാണ് താരത്തിന്റെ വെങ്കല മെഡൽ നേട്ടം. ഹോക്കിയിലും ഇന്ത്യൻ ചുണക്കുട്ടികൾ വെങ്കലം സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഗുസ്തിയിൽ 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ അമൻ ഷെറാവത്തും വെങ്കലം നേടിയതോടെ പാരീസിൽ ഇന്ത്യയുടെ വെങ്കല നേട്ടം 5ആയി. അതേസമയം ഗുസ്തി ഫൈനലിനു മുമ്പ് അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ താരം വിനേഷ് ഫോഗട്ടിന് അനുകൂലമായി വിധി വന്നാൽ ഇന്ത്യൻ മെഡൽ നേട്ടം 7ആകും. ഇത്തവണത്തെ ലോക കായിക മാമാങ്കത്തിന് തിരശീല വീണപ്പോൾ പാരീസിൽ ശക്തമായ പോരാട്ടം തന്നെയാണ് ഭാരത താരങ്ങൾ കാഴ്ചവെച്ചത്. സ്പോർട്സ് ഡെസ്ക്, ജനം. ഇനി സോഷ്യൽ സ്കൂപ്പ്. സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് വൈറലാകുന്നത്, അതല്ലെങ്കിൽ എന്തൊക്കെ അഭിപ്രായങ്ങൾ, എന്തൊക്കെ ഒബ്സർവേഷൻസ് ആണ് വരുന്നതെന്ന് വേഗം നോക്കാം. ആദ്യത്തേത്, വിനേഷ് ഫോഗട്ടിനെയാണ്, അതായത് ഇത് പറഞ്ഞിരിക്കുന്നത് Medal or not, I ask people to not forget what Vinesh has done for the country. നീരജ് ചോപ്രയുടെ വാക്കുകൾ. മെഡൽ ലഭിച്ചാലും ഇല്ലെങ്കിലും ഭാരതത്തിനായി വിനേഷ് ചെയ്തത് ആരും മറക്കരുത് എന്നാണ് നീരജ് ചോപ്രയുടെ ആഹ്വാനം. ചേർത്ത് പിടിക്കുകയാണ് വെള്ളി മെഡൽ തിളക്കത്തിലും മെഡൽ നഷ്ടമായ അയോഗ്യയാക്കപ്പെട്ട വിനേഷിനെ. അടുത്ത് നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒളിമ്പിക് ബ്രോൺസ് മെഡൽ നേടിയ അമൻ സംസാരിച്ചു. അടുത്ത തവണ 2028 സ്വർണം കൊണ്ടുവരും എന്നൊരു വാക്ക് നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക്.
अमन नमस्ते। नमस्ते सर जी। अमन आपको बहुत बहुत बधाई और आपके उज्जवल भविष्य के लिए भी अनेक अनेक शुभकामनाएं। धन्यवाद सर जी, बहुत खुशी हुई। आपने अपने नाम के अनुसार सारे देश का मन भर दिया है। हाँ जी, मुझे देशवासियों का आशीर्वाद था जी और आपकी मेहनत थी जी, जो इतने हर एक सुविधा दी जी, टॉप्स ने और साई ने जी, आपने भी जो पूरी सबकी मेहनत आया जी। बहुत कम खिलाड़ी ऐसे होते हैं जिनके लिए छत्रसाल स्टेडियम में जो अपना घर बना ले, और आपने तो उसको ही अपना घर बना करके पूरा अपने आप को खपा दिया। മെഡൽ നേട്ടത്തിലും വിനയമാണ് കാണിക്കുന്നത്. ഇനി അടുത്തതാണ് ദ ഫൈറ്റ് ഓഫ് ക്രിസ്ത്യൻസ് അഗെയിൻസ്റ്റ്. ഇത് നമ്മുടെ ലാൻഡ് ഗ്രാബിംഗ് വഖഫ് ബോർഡിലെ കേരളത്തിലെ ഭൂമി പിടിച്ചടക്കലിനെ കുറിച്ച് ഉള്ള പ്രതികരണമാണ്. ഒരു പുരോഹിതന്റെ വളരെ വ്യക്തമാണ്. ഇവിടുത്തെ ജനങ്ങൾ ദ ഫൈറ്റ് ഓഫ് ക്രിസ്ത്യൻസ് ഇൻ എറണാകുളം ഓഫ് കേരള അഗെയിൻസ്റ്റ് ലാൻഡ് ഗ്രാബിംഗ് ബൈ വഖഫ് ബോർഡ്. ഇവിടെ എന്താണ് വഖഫ് നിയമത്തിന്റെ പ്രസക്തി എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഇദ്ദേഹം നൽകുന്നത്. അതായത് അനൂപ് ആന്റണി ജോസഫാണ് ഈ എക്സ്പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരുമിച്ച് നിൽക്കണമെന്ന് അദ്ദേഹം അതിൽ പറയുന്നു. കൃത്യമായ രേഖകളുള്ള നികുതി അടയ്ക്കുന്ന ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പലരോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വഖഫ് നിയമത്തിനെതിരായി വരുന്ന ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. വഖഫ് ബോർഡിനെ നിയമ ഭേദഗതിയെ വിമർശിക്കുന്നവരുടെയൊക്കെ മുന്നിലേക്കാണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക പരിപാടിയും കൂടി ജനൻ ടിവിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഭൂമി വിഴുങ്ങുന്നവർ എന്ന പേരിൽ അരുൺ ആലത്തൂരിന്റെ സ്പെഷ്യൽ പ്രോഗ്രാം നോക്കാം. ഇത് മലപ്പുറം രൂപതയിലെ വേളാങ്കണ്ണി മാതാപ്പള്ളി കടപ്പുറം ഈ ഭാഗത്ത് ജനങ്ങൾ അസ്വസ്ഥരാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 വരെ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞിരുന്ന ഭൂമിയും സ്ഥലമൊക്കെ തങ്ങളുടേതല്ലാതെ ആയിത്തീരുന്നു. 2022 മുതൽ പറയുന്നത് ഇത് ഇനി ഞങ്ങളുടെ അല്ല, അത് വഖഫ് ബോർഡിൻ്റെ അല്ലെങ്കിൽ ഇത് നേരത്തെ നമുക്ക് ആധാരം ഉള്ള ആൾക്കാർ, അതായത് അവർക്ക് ആധാരമുണ്ട്, അതുപോലെ തന്നെ അവർക്ക് പട്ടയങ്ങളെല്ലാം ലഭിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും ഉദ്ദേശിക്കുന്നത് ശരിക്കും ഈ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാന്നുള്ളതാണ്. കഴിഞ്ഞ 30-35 വർഷം എനിക്കറിയാവുന്ന ഒരു ചരിത്രം എന്നെങ്കിൽ ഇവിടെ അവർ സ്ഥിരമായിട്ട് കരമടയ്ക്കുകയും ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എല്ലാം ചെയ്തുകൊണ്ട് അവസാനം ഒരു ദിവസം ഈ സ്ഥലം അവരുടേതല്ല എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി വേദനാജനകമായ ഒരു നിമിഷമാണത്. ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഭൂസംരക്ഷണ സമിതി എന്നൊരു സമിതി രൂപീകരിക്കുകയും അതിൽ നമ്മുടെ ഇടവക സമൂഹം മാത്രമല്ല ഇവിടെയുള്ള മറ്റുള്ള ഹൈന്ദവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ച് ഒരു പോരാട്ടത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. വ്യക്തമാണ്. ഇത് അടുത്ത വളരെ 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 വ്യക്തമാണ് ദേവിക. BJPയുടെ തന്നെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചൊരു കാര്യം, ഡബിൾ സ്റ്റാൻഡേർഡ് അറ്റ് ദി ബെസ്റ്റ്. കാരണം ഗാസയിലെ മുസ്ലിം വിഭാഗത്തോട് കാണിക്കുന്ന ആ ഒരു സ്നേഹവും ഒരു എന്താണ് പറയുന്നത്, ഒരു ആത്മാർത്ഥതയും ഒന്നും പരിഗണനയും ഒന്നും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളിലേക്ക് എത്തുന്നില്ല എന്നൊരു കാര്യം കൂടിയാണ് ഇതിലൂടെ സൂചിപ്പിച്ച് വെച്ചേക്കുന്നത്. അടുത്ത് നോക്കാം. ടൈംസ് ഓൾജിബ്രയുടെയാണ്. മായാവതി ചോദിക്കുന്നു, എന്താണ് കോൺഗ്രസും സംഘവും SC/ST ക്രീമി ലെയർ വിഷയത്തിൽ നിശബ്ദരായിരിക്കുന്നത്? ഡോക്ടർ BR അംബേദ്കറെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ, സ്വാതന്ത്ര്യാനന്തരം നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ ശ്രമിച്ച കോൺഗ്രസ് പാർട്ടി എന്ത് പറയുന്നു? ഭരണഘടനയെ സംരക്ഷിക്കുന്നു എന്ന് ലോക്സഭയിൽ അഭിനയിച്ച കോൺഗ്രസ് എന്തേ ഇപ്പോൾ ക്രീമി ലെയർ വിഷയത്തിൽ മൗനം പാലിക്കുന്നു എന്നാണ് മായാവതി ചോദിക്കുന്നത്. മറ്റൊരു പൊള്ളത്തരം കൂടി, മറ്റൊരു ഡബിൾ സ്റ്റാൻഡേർഡ് കൂടി പൊളിച്ചു കാട്ടുകയാണ് മായാവതി കോൺഗ്രസിന്റെ. അടുത്ത് നോക്കാം. ആക്ഷനും റിയാക്ഷനും വളരെ വ്യക്തമാണ്. ഈ പോസ്റ്റ് ഒന്ന് കേരളത്തിന്റെ കോൺഗ്രസിന്റെ എക്സ് പോസ്റ്റാണ്. വി ഡോണ്ട് നോ വാട്ട് ഹി ഡസ് ഈദർ. അതായത് സാക്ഷാൽ അജിത് ഡോവലിന്റെയും അനൂപ് ആന്റണിയുടെയും ചിത്രം വെച്ചിട്ടാണ് ആ ചോദ്യം. അനൂപ് ആന്റണി പരിഹസിച്ചുകൊണ്ടാണ് ഞങ്ങൾക്കും അറിയില്ല അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന്. ഉടൻ തന്നെ അനൂപ് ആന്റണി ജോസഫിന്റെ മറുപടി വന്നു. He is the one during his very first mission as a police officer walked into the heart of the Talasheri riots in Kerala in 1972 when other officers were too terrified to even enter the area.
Without firing a single shot, he ended the violence. If you truly knew the state you have ruled for years, you wouldn't be asking what he did or does. വളരെ വ്യക്തമാണ് മറുപടി. 1972 കലാപം നടന്ന തലശ്ശേരിയിലേക്ക് ചങ്കൂറ്റത്തോടെ, മറ്റു പലരും മടിച്ചു നിന്നപ്പോൾ, പേടിച്ചു നിന്നപ്പോൾ ചങ്കൂറ്റത്തോടെ കടന്നു വന്ന ഓഫീസറാണ് അദ്ദേഹം. ഒരു വെടിയുണ്ട പോലും വർഷിക്കാതെ, ഒരു വെടി പോലും വയ്ക്കാതെ അവിടുത്തെ കലാപത്തിന് അറുതി വരുത്തി. ഇത്രയും നാൾ ഭരിച്ച സ്വന്തം സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നതെന്ന് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നു എന്നുള്ള ശക്തമായ മറുപടിയാണ് വരുന്നത്. ഇനി മറ്റൊരു വാർത്ത, ഡൽഹിയിലെ ഒരു ഊബർ ഡ്രൈവറിന്റെ ദേശസ്നേഹത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റിന്റെ, സാധാരണ നമ്മൾ പറയുന്നത് ഒരു ജോലിയിലുണ്ടെങ്കിൽ ആ ജോലി പൂർത്തിയാക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ജോലി പൂർത്തിയാക്കാത്തതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു അവസരമാണ്. കാരണം ആ പണം വേണ്ട എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹം അത്രയും ഒരു അഭിമാനിയായ ഒരു രാജ്യസ്നേഹിയാണെന്ന് കാണിച്ചു തന്നൊരു നിമിഷമാണ് ആ സംഭവിച്ചത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു സന്ദർശകയും പെൺ സുഹൃത്തും കാറിലിരുന്ന് ഇന്ത്യക്കാരെ സെൽഫിഷ് എന്ന് വിളിച്ചു, മത്ലപ്പറാസ്തെന്ന. അത് കഴിഞ്ഞ് ഡ്രൈവർ അത് നിർത്താൻ പറഞ്ഞപ്പോൾ വീണ്ടും തുടരുന്നു, ഇതാണ് മോദിയുടെ ഭാരതം എന്ന്. വണ്ടി അവിടെ നിർത്തി രണ്ടാളെയും ഇറക്കി വിട്ട ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത്. അടുത്ത് നോക്കാം. ഇത് വേറൊന്നുമില്ല, വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോസ്റ്റാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 7 സ്പേസ് ഏജൻസികളെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഇതിൽ നാസയുണ്ട്, ESA ഉണ്ട്, ചൈനയുടേതുണ്ട്, ഭാരതത്തിൻ്റെത് ഇസ്രോ ആണ് 5ാമതായി കൊടുത്തിരിക്കുന്നത്. അടുത്ത് നോക്കാം. ഭിക്കു മാത്രയാണ് മുംബൈച്ച ഡോൺ ഷോർട്ടസ്റ്റ് സമ്മറി ഓഫ് ഹിൻഡൻബർഗ് റിപ്പോർട്ട്. അതായത് സെബിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അദാനിക്കെതിരായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഈ അന്വേഷണം, സെബി നടത്തുന്ന അന്വേഷണം തട്ടിപ്പാണ് എന്ന് ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത ആക്ഷേപത്തിനുള്ള മറുപടി ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന്റെ ഏറ്റവും അവസാനം ഒരു ഡിസ്ക്ലെയിമർ കൊടുക്കും. ഇതിന് പ്രത്യേകിച്ച് ഇതിന് ഒരു ന്യായവും നീതിയും അതല്ലെങ്കിൽ ഒരു ലീഗൽ പ്രസക്തിയൊന്നും ഇല്ല എന്ന് കാണിച്ചുകൊണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ, അവരുടെ സ്വന്തം അന്വേഷണത്തിന്റെ ക്രെഡിബിലിറ്റി ഇത്രയേ ഉള്ളൂ എന്നാണ് ഭിക്കു മാത്രേ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തേക്ക് പോവാം. ഇതൊരു ട്രോളിനുള്ള മറുപടിയാണ്, ശ്രദ്ധിക്കണം. അതായത് സേവാഭാരതി നടത്തുന്ന സേവനത്തെ ട്രോൾ ചെയ്തുകൊണ്ട് ആക്ഷേപിച്ചു, വെറും ട്രോൾ അല്ല, വലിയൊരു സേവനം നടത്തുന്ന വലിയൊരു വിഭാഗത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് പുറത്തിറക്കിയ ഒരു ട്രോളിന് കൃത്യമായൊരു മറുപടി പറഞ്ഞിരിക്കുന്നത് ഷഹീദ് ബിയം പറയാതെ വയ്യ. ദുരന്തമുഖത്ത് ജോലി ചെയ്യുന്ന എന്റെ കൂട്ടുകാരനെ പോലീസുകാരൻ വിളിച്ചപ്പോൾ ഞാൻ വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചു. ഒരു പാർട്ടിയുടെ ഭക്ഷണം IG തടഞ്ഞപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സേവാഭാരതിയുടെ ഭക്ഷണം വരുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവർ അവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഞങ്ങൾ കേൾക്കുന്നത് മറിച്ചാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവർ എല്ലാ ദിവസവും വരും, തുമ്പയും മറ്റ് ആയുധങ്ങളും ഒക്കെ ആയിട്ട് അവിടെ തിരച്ചിൽ നടത്തും, വീഡിയോ എടുക്കാനോ റീൽസ് ചെയ്യാനോ നോക്കാറില്ല എന്നാണ്. ഞാൻ ആരെയും ന്യായീകരിക്കുന്നില്ല. പക്ഷേ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു ദുരന്തം നടന്നപ്പോൾ സന്നദ്ധ മനസ്സും സാഹചര്യമുള്ളവർ അവിടെ പോയി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ സേഫ് സോണിലിരുന്ന മതവും രാഷ്ട്രീയവും തിരഞ്ഞു കൊത്താതെ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൂടെ? നല്ലതാര് ചെയ്താലും നല്ലത് തന്നെ. വ്യക്തമായ ശക്തമായ സന്ദേശത്തോടു കൂടി ഈ സോഷ്യൽ സ്കൂപ്പ് ഇന്നത്തെ എഡിഷൻ ഇവിടെ സമാപിക്കുന്നു. ഇനി ഒരു ചെറിയ ഇടവേള. രാമായണ മാസം അതിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കിടക്കുകയാണ്. ഒരു രാമായണ മാസവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. അമൃതവർഷിണി നവമാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാമായണ മഹോത്സവം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വെങ്ങാനൂർ ശ്രീ ഉദയമാർത്താണ്ഡേശ്വരം ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങ് അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുക്കളെ വർഗീയവാദികളായി ചിത്രീകരിക്കുന്നവർ രാമായണം വായിച്ചാൽ ഹിന്ദുവിൻ്റെ സ്നേഹം മനസ്സിലാകുമെന്ന് സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. ദീപം കൊളുത്തു രാമായണം പുതുതലമുറയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അമൃതവർഷിണി നവമാധ്യമ കൂട്ടായ്മ കുട്ടികൾക്കായി രാമായണ ഉത്സവം സംഘടിപ്പിച്ചത്. സനാതനധർമ്മത്തിന്റെ മൂല്യം പകരുന്ന രാമായണം വായിച്ചാൽ ഹിന്ദുവിനെ വർഗീയവാദിയായും ഫാസിസ്റ്റ് എന്നും വിളിക്കുന്നവർക്ക് ഹിന്ദു എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുമെന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. ചക്രവർത്തി സാർവഭൗമനായ ദശരഥന്റെ പുത്രനായ രാമനും വനവാസി മൂപ്പനായ ഗുഹനും ആലിംഗനബദ്ധരായ ഒന്നായി നിൽക്കുന്ന മനോഹര ചിത്രം
ഒന്ന് കുട്ടികളുടെ ഉള്ളിൽ ഒന്ന് വരച്ചിടാൻ നമുക്ക് കഴിഞ്ഞാൽ അത് മതി. എന്താ കാരണം? രാമായണം, രാമൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒട്ടനെ വരികയായി ജാതീയമായ ഉച്ചനീചത്വങ്ങൾ, സവർണ ഫാഷിസം, പിന്നെന്തൊക്കെയാ വരിക? ഒക്കെ വരും. 1000 പ്രസംഗം ഒരാൾ ചെയ്താലും അതൊന്നും വിലപ്പോകില്ല ചെറുപ്പത്തിൽ ഈ ചിത്രം ഉള്ളിൽ വരച്ച് വെച്ചിട്ട് ഒരു കുട്ടിയുടെ മുമ്പിൽ. ഇത് കുട്ടികൾക്കുള്ളിൽ നമ്മൾ ഉറപ്പിക്കണം. എന്നാൽ ഒരിക്കലും അവർ വഴിതെറ്റില്ല. അമ്മമാരും കുട്ടികളുമടക്കം നിരവധി പേരാണ് ചടങ്ങിൽ സാക്ഷ്യം വഹിച്ചത്. ജനം, തിരുവനന്തപുരം. പുരാവസ്തു വകുപ്പിന്റെ പട്ടികയിൽ ഇടം നേടിയ കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പിലുള്ള ADM ബംഗ്ലാവ് നാശത്തിന്റെ വക്കിലാണ്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ കെട്ടിടം കാലാനുസൃതമായി സംരക്ഷിക്കാത്തതാണ് ബംഗ്ലാവിന്റെ അവസ്ഥ ശോചനീയമാവാൻ കാരണം. പരിസരം കാട് കയറിയതോടെ നാട്ടുകാരും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. 100 വർഷത്തിലേറെ പഴക്കമുണ്ട് ബംഗ്ലാവിനെ. 1 ഏക്കർ 3 സെന്റ് സ്ഥലത്താണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. കെട്ടിടം നിൽക്കുന്ന സ്ഥലവും ചുറ്റുപാടുമെല്ലാം കാട് മൂടിയ അവസ്ഥയിലാണ്. അതുകൊണ്ടുതന്നെ മരപ്പട്ടികളുടെയും വവ്വാലുകളുടെയും ഇഴജന്തുക്കളുടെയും എല്ലാം വിഹാരകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടം. ഇത് പരിസരത്തുള്ള താമസക്കാരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. ശരിയായി സംരക്ഷിച്ചില്ലെങ്കിൽ കെട്ടിടം നിലം പൊത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കെട്ടിടത്തിന് സമീപത്തെ വലിയ മരങ്ങളുടെ കൊമ്പുകൾ നടവഴിയിലേക്കടക്കം ചാഞ്ഞു നിൽക്കുന്ന അവസ്ഥയുണ്ട്. ബംഗ്ലാവിന്റെ മുൻവശത്താവട്ടെ റോഡരികിൽ മാലിന്യം കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഈ ഇഴജന്തുക്കൾ, പാമ്പ് പോലുള്ളതിന്റെ ശല്യം, അതേപോലെ തന്നെ തെരുവുനായ്ക്കൾ വല്ലാണ്ടുണ്ട്. ഇവിടെ നോക്കാനും പറയാനും അല്ലെങ്കിൽ ഒരു ക്ലീനിങ് പോലും നടക്കാത്തതായതുകൊണ്ട് തന്നെ തെരുവുനായ്ക്കളുടെ ശല്യം ഭയങ്കരമാണ്. അതേപോലെ പാമ്പ്, അതേപോലെ വവ്വാലുകൾ ഭയങ്കര അധികമാണ് ഈ ഒരു വലിയ മരങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്ത വീടുകൾക്ക് ഭയങ്കര ശല്യം ഉണ്ടാക്കുന്ന രീതിയിലാണ്. ഇതിൻ്റെ ബാക്കിൽ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ നേരെ ബാക്കിലാണ്. അവിടെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട്, വയസ്സായവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം എന്തെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് പറയുന്നതിനെക്കാട്ടും നല്ലത് എത്രയും പെട്ടെന്ന് തടുക്കുക എന്നുള്ളതാണ്. മുൻപ് കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള ശ്രമം നടന്നിരുന്നെങ്കിലും പൈതൃക പദവിയുള്ളതുകൊണ്ട് തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ബംഗ്ലാവിന്റെ സ്ഥിതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റെസിഡന്റ് അസോസിയേഷൻ ADM-നെ പരാതി നൽകിയിട്ടുണ്ട്. ജനം, കോഴിക്കോട്. ന്യൂസ് അജണ്ടയിലേക്ക്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ ബ്യൂറോകളിൽ നിന്ന് വരാനിരിക്കുന്ന വാർത്തകൾ ആണ് ന്യൂസ് അജണ്ടയിൽ. അതിൽ ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനുണ്ട്, കോഴിക്കോട് നിന്ന് ഗോകുലുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡുദാസ് ഉണ്ട്, കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവും ചേരുകയാണ് പുത്തൻപുലരിയിലെ ന്യൂസ് അജണ്ടയിലേക്ക്. ആദ്യം നേരെ ഡൽഹിയിലേക്ക്. ഗൗതം, ഇന്ന് ബംഗ്ലാദേശ് ഡെവലപ്മെന്റ്സ് ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ നമ്മൾ ലൈവിൽ പറഞ്ഞു. എന്തൊക്കെയാണ് ഡൽഹിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന, അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദേശീയ ബ്യൂറോ വഴി വരാൻ സാധ്യതയുള്ള വാർത്തകൾ? പ്രദീപിള്ള, ഒന്ന് നേരത്തെ സൂചിപ്പിച്ച ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വാർത്തകൾ. അതുകൂടാതെ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഇന്ന് കോടതിയിൽ ഹാജരാകുകയാണ്. മാനനഷ്ട കേസിലാണ് രാഹുൽ ഇന്ന് ഉത്തർപ്രദേശിലെ കോടതിയിൽ ഹാജരാകേണ്ടത്. 2018 കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ അന്ന് BJPയുടെ ദേശീയ അധ്യക്ഷനും ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായ്ക്കെതിരെ നടത്തിയ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടാണ് രാഹുലിൻ്റെ ഈ ഒരു കേസ്. അമിത്ഷാ കൊലക്കേസ് പ്രതിയാണ് എന്ന് രാഹുൽ അന്ന് ഒരു പരാമർശം നടത്തിയിരുന്നു. പക്ഷേ നമുക്കറിയാം അത്തരമൊരു കേസില്ല, അത്തരം ചില ആരോപണങ്ങൾ മാത്രമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഇന്ന് ഒരുപക്ഷെ കോടതിയിൽ നേരിട്ട് ഹാജരാകും എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തര ഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴ വീണ്ടും ആരംഭിക്കുന്നുണ്ട്. ചില സംസ്ഥാനങ്ങളിലെങ്കിലും അത് വെള്ളക്കെട്ടുകളും, അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ ഈ ഹിമാലയൻ താഴ്വാരങ്ങളിൽ ഉള്ള സംസ്ഥാനങ്ങൾ, അവിടെ വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനമായും ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. അതുകൂടാതെ ഈ നേരത്തെ സൂചിപ്പിച്ച രാഹുൽ ഗാന്ധി ഹാജരാകുന്നതുമായി ബന്ധപ്പെട്ടും ഒപ്പം ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തകളും വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം. കോഴിക്കോട് നിന്ന് ഗോകുൽ ചേരുകയാണ്. ഗോകുൽ, വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുമെന്നാണ് പറയുന്നത്, പ്രവചനമെല്ലാം ഉണ്ട്. ഇന്ന് അവിടെ നിന്ന് കൂടുതൽ മഴ വാർത്തകളാണോ റിപ്പോർട്ട് ചെയ്യാനുള്ളത്? മറ്റ് എന്തൊക്കെ വാർത്തകളാണ് മലബാർ മേഖലയിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്?
മലബാറിൽ പ്രധാനമായിട്ടും വയനാട് ഇന്ന് ജനകീയ തെരച്ചിൽ തുടരും എന്ന് തന്നെയാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം മോശം കാലാവസ്ഥയെ തുടർന്ന് ജനകീയ തെരച്ചിൽ നേരത്തെ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥ പ്രതികൂലമാണ്, മഴയ്ക്കുള്ള സാധ്യതകളുണ്ട്. കണ്ണൂരിന്റെ വിവിധ മേഖലകളിൽ മഴ പെയ്യുന്നതായിട്ടുള്ള ഒരറിവുണ്ട്. വയനാടും ഇത്തരത്തിലുള്ള അനിശ്ചിതത്വമുണ്ട്, മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ജനകീയ തെരച്ചിൽ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പറയാനും സാധിക്കില്ല. എങ്കിലും ഈ സമയത്ത് തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. സൂചിപ്പാറ, ചൂരൽമല തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ജനകീയ തെരച്ചിൽ ഉണ്ടാകും. അതുപോലെ ചാലിയാറിന്റെ തീരങ്ങളിലും തിരച്ചിൽ നടത്തും. ഇന്ന് തിരച്ചിൽ തുടരും എന്നൊരു കാര്യമാണ് പ്രധാനമായും പങ്കുവെക്കാനുള്ളത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ള വിലങ്ങാട് ഇന്ന് വിദഗ്ധ സംഘം പരിശോധന നടത്തുന്നുണ്ട്. അവിടെയുള്ള ജനങ്ങളുടെ പുനരധിവാസത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ വിദഗ്ധ പരിശോധന നടത്തിയതിനു ശേഷമുള്ള റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും അറിയാൻ വേണ്ടി സാധിക്കുക. വിലങ്ങാട് ഇന്ന് വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന വഖഫ് ബോർഡിന്റെ ഒരു യോഗം ഇന്ന് ചേരുന്നുണ്ട്. വഖഫ് ബില്ല് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ആ ബില്ല് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടതിന് ശേഷം സംസ്ഥാന വഖഫ് ബോർഡ് ഇന്നൊരു യോഗം ചേരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് 1:30 മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വടക്കൻ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ മലബാറിൽ നിന്ന് പ്രധാനമായും പങ്കുവെക്കാനുള്ളത്. ശരി ഗൂഗിൾ, താങ്ക് യു. ടിൻറ്റു ദാസിലേക്ക് തിരുവനന്തപുരത്ത്. ടിൻറ്റു, സംസ്ഥാന തലസ്ഥാനത്ത് നിന്ന് ഇന്ന് വരാൻ സാധ്യതയുള്ള വാർത്തകൾ എന്തൊക്കെ? പ്രദീപിള്ള, പ്രധാനമായിട്ടും 2 വാർത്തകൾ തന്നെയാണ്. ഒന്ന് ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയും അതോടൊപ്പം തന്നെ മഴ മുന്നറിയിപ്പുമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ചയിൽ കൂടുതലായി തലസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട് 47 പേരാണ് നിലവിൽ ചികിത്സയിലും നിരീക്ഷണത്തിലുമായി കഴിയുന്നത്. ഈ നെയ്യാറ്റിൻകര നെല്ലിമൂട് ഭാഗത്ത് ആരോഗ്യവകുപ്പിന്റെ ക്യാമ്പ് ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ട് അതൊരു തീരുമാനമായിട്ടില്ല. അതോടൊപ്പം ഈ പകർച്ചവ്യാധിയുടെ സോഴ്സ്, ഉറവിടം എവിടെ നിന്നാണ് എന്ന് കണ്ടെത്താനും സാധിച്ചിട്ടില്ലാത്തൊരു ഘട്ടമുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ തുടരുന്ന അനാസ്ഥയാണ് പ്രധാനമായിട്ടും തലസ്ഥാനത്ത് നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. പിന്നീട് മറ്റുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മഴ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ മഴ എന്ന് പറയുമ്പോൾ അലേർട്ടുകൾ മാത്രമായിരുന്നു. പക്ഷേ മഴയെ കുറച്ച് ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ മഴ ഉണ്ടാകുന്ന രീതി, മഴ പ്രഖ്യാപിക്കുന്ന രീതിയൊക്കെ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് ഇതൊക്കെ വിലയിരുത്താനും വിശകലനം ചെയ്യാനൊക്കെ തുടങ്ങിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ ഓണക്കറ്റ്, ക്ഷേമ പെൻഷൻ, അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനൊക്കെ അധിക തുക സർക്കാർ കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് 3000 കോടിയോളം രൂപ ബാധ്യതയുണ്ട് എന്ന് പറയുന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ധനവകുപ്പിൽ നിന്നും ആരോഗ്യ വകുപ്പിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അതോടൊപ്പം തന്നെ മഴയുമാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. പ്രദീപിള്ള. താങ്ക് യു ടിൻറ്റു. കൊച്ചിയിൽ നിന്ന് രേഷ്മ കൂടി ചേരുന്നുണ്ട്. രേഷ്മ, ഇന്ന് അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ദേവിക, ഈ ലാവോസ് മനുഷ്യക്കടത്ത് കേസിൽ കൂടുതൽ നിർണായകമായിട്ടുള്ള മൊഴികൾ ഈ പ്രതികൾ നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളാണ് കൊച്ചിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ അഷ്റഫ് എന്ന് പറയുന്ന പ്രതി, അതോടൊപ്പം തന്നെ ബാദുഷ, ഇവർ 2 പേരുമാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. ഇവരെ നേരത്തെ ചോദ്യം ചെയ്ത വേളയിൽ ചില നിർണായകമായിട്ടുള്ള മൊഴികൾ പോലീസിന് നൽകിയിട്ടുണ്ട്. ഇത് പരിശോധിച്ചുകൊണ്ടുള്ള ഒരു തുടർ അന്വേഷണമാണ് നിലവിൽ പോലീസ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇത് പരിശോധിക്കുന്നുണ്ട്. കാരണം വിദേശികൾ ഉൾപ്പെട്ട ഒരു കേസായതിനാൽ തന്നെ കേന്ദ്ര അന്വേഷണ സംഘവും ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ശ്രദ്ധയാണ് പുലർത്തുന്നത്. മാത്രവുമല്ല, ഈ കൂടുതൽ വിദേശികൾക്ക് ഈ കേസിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ പങ്കുണ്ടെന്നുള്ള ഒരു വ്യക്തത ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള, അതായത് ഇതിൽ ബാദുഷ നിലവിൽ റിമാൻഡിൽ തുടരുകയാണ്. അതിനു മുന്നേ തന്നെ ഇയാളെ പ്രാഥമികമായിട്ട് ചോദ്യം ചെയ്ത വേളയിൽ മറ്റ് ചിലരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് നൽകിയിരുന്നു. അതിൽ നിന്നും പോലീസിന് വ്യക്തമായിട്ടുള്ളത് കൂടുതൽ വിദേശികൾക്ക് ഈ സംഭവത്തിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഇത് കേന്ദ്ര അന്വേഷണ സംഘത്തെയും അറിയിക്കും. എന്തായാലും ഈ വിദേശികൾ ഉൾപ്പെട്ടിട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളാണ് കൊച്ചിയിൽ നിന്നും വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ നിന്നും വാർത്തകളുണ്ട്. പ്രത്യേകിച്ച് വടകര വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിലുണ്ട്. ഈ ഹർജി ഇന്ന് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏത് വിധത്തിലാണ് അന്വേഷണം നടത്തിയത് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട്
അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ തീരുമാനങ്ങളിലേക്ക് ഹൈക്കോടതി കടക്കുക. എന്തായാലും വ്യാജമായിട്ട് നിർമ്മിച്ചുണ്ടാക്കിയ ഈ ഒരു സ്ക്രീൻഷോട്ടിൽ തന്നെ പ്രതി ചേർക്കുകയായിരുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗ് നേതാവായിട്ടുള്ള ഖാസിം ഹൈക്കോടതിയെ സമീപിച്ചത്. ആദ്യഘട്ടത്തിൽ ഈ ഹൈക്കോടതി ഈ ഹർജിയിലടക്കം സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ട് കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും ഹൈക്കോടതി ഇക്കാര്യത്തിൽ തുടർ തീരുമാനങ്ങളിലേക്ക് കടക്കുക. ഇത് രണ്ടും തന്നെയാണ് കൊച്ചിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന, വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകൾ. ദേവിക, അത് തന്നെയാണ് ഇന്ന് വളരെ സമഗ്രമായ ഒരു വാർത്താ ദിനം തന്നെയാണ്. ഇനി വരുന്ന മണിക്കൂറുകൾ ജനം ടിവിയോടൊപ്പം തന്നെ തുടരേണ്ടതുണ്ട്. കാരണം വളരെ നിർണായകമായ ചില വാർത്തകൾ കൂടി മണിക്കൂറുകളിൽ വരുന്നുണ്ട്. നമ്മുടെ ഈ സോഷ്യൽ സ്കൂപ്പിൽ തന്നെ പരാമർശിച്ച വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വഖഫ് ബോർഡ് നിയമ ഭേദഗതി എന്തുകൊണ്ട് എന്നുള്ളതിന് ഉത്തരം നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്, ചെറായിലുണ്ട്, എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്. ബിഷപ്പിന്റെ വാക്കുകളിലൂടെ നാം അത് കേട്ടു. നേരത്തെ തന്നെ ജനം ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് വഖഫ് ബോർഡ് അല്ലെങ്കിൽ വഖഫ് നിയമത്തിന്റെ മറവിൽ പലയിടത്തും ഭൂമി പിടിച്ചെടുക്കൽ അല്ലെങ്കിൽ ഭൂമി കയ്യേറ്റം നടക്കുന്നു. ഈ വാർത്ത തിരുച്ചിറപ്പള്ളി ഒരു ക്ഷേത്രം, 5 ക്ഷേത്രങ്ങളടക്കം 3 പഞ്ചായത്തുകൾ, ഒരു വലിയ ഗ്രാമം മുഴുവൻ വഖഫ് ബോർഡിന്റെ അധികാര പരിധിയിലേക്ക് അല്ലെങ്കിൽ വഖഫ് ബോർഡിന്റെ ഉടമസ്ഥതയിലേക്ക് ആ സ്ഥലം മാറുന്നു. ഇത്തരം വാർത്തകൾ പല സ്ഥലത്തു നിന്നും വന്നു തുടങ്ങുമ്പോൾ ഇതേക്കുറിച്ച് ഉയർന്ന ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്ക്, എതിർപ്പുകൾക്ക് അത് മറുപടി ആകുന്നു. അതുകൊണ്ട് കേരളത്തിൽ നിന്നും വഖഫ് ബോർഡ് നിയമ ഭേദഗതി അല്ലെ വഖഫ് നിയമ ഭേദഗതി സംബന്ധിച്ചുള്ള മറ്റ് വാർത്തകൾ ഉണ്ടാവും. ഡൽഹിയിൽ നിന്ന് ഗൗതം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബംഗ്ലാദേശിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ഉറ്റുനോക്കുന്നു. ചില പ്രേക്ഷകർ തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ജനം ടി വി തന്നെ കാണാൻ സാധിക്കൂ. വഖഫ് ബോർഡിനെ കുറിച്ചും ബംഗ്ലാദേശിനുമൊക്കെ കുറിച്ചുമൊക്കെ പറയാൻ പലർക്കും ഭയമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു താല്പര്യങ്ങളുണ്ടായിരിക്കാം. എന്തായാലും ഇതേക്കുറിച്ചുള്ള സത്യസന്ധമായ റിപ്പോർട്ടുകൾ, പ്രത്യേക പരിപാടി ഇന്നലെ നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭൂമി വിഴുങ്ങികൾ എന്നൊരു പ്രത്യേക പരിപാടി ഉണ്ടായിരുന്നു, അരുൺ ആലത്തൂർ തയ്യാറാക്കിയത്. അതിൻ്റെ പുനഃസംപ്രേഷണവും ഇന്ന് ഉണ്ടാവും. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ധാരാളം പേർ നമസ്തേ ആശംസകൾ പറയുന്നു. ബാബു ചെറ്റിയത്തുണ്ട്, ബാബു ശ്രീജിത്ത്, പേര് വിട്ടുപോയവരുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഉണ്ണി, ദിനേശ് തൃശ്ശൂർ, ഇല്ല ശാലിനി ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. അതുപോലെ വയനാടിൻ്റെ വിശേഷങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. വയനാട് നിന്നുള്ള ലൈവ് ഉണ്ടായിരുന്നു, വയനാട് സംഭവിച്ച വാർത്തകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടനവധി വാർത്തകൾ അതും ഉണ്ടായിരുന്നു. അല്പം വൈകിപ്പോയി താങ്കൾ ചേരാൻ എന്ന് മാത്രം പറയുന്നു. അപ്പോൾ നാളെ കൃത്യം 7-ന് തന്നെ പുത്തൻപുലരിയിൽ എത്തുക. അതെ, പുത്തൻപുലരിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഹാപ്പനിങ് നൗവുമായി രോഹിണി മഹേഷ് ചേരും. നമസ്തേ. നമസ്തേ.